പ്രൈസ് ദി ലോർഡ്. ആമേൻ. മനോഹരമായി ശ്രദ്ധിക്കാട് കർത്താവിനെ നമുക്ക് സ്തുതിക്കാം, സ്തോത്രം ചെയ്യാം. അല്പസമയത്തെ ദൈവവചന ചിന്തയ്ക്ക് വേണ്ടി മർക്കോസിന്റെ സുവിശേഷം 10-ാം അധ്യായം 21-ാമത്തെ വാക്യം. യേശു അവനെ നോക്കി അവനെ സ്നേഹിച്ചു. ഒരു കുറവ് നിനക്കുണ്ട്, നീ പോയി നിനക്കുള്ളതെല്ലാം വിറ്റ് ദരിദ്രർക്ക് കൊടുക്കുക, എന്നാൽ നിനക്ക് സ്വർഗത്തിൽ നിക്ഷേപം ഉണ്ടാകും, പിന്നെ വന്ന് എന്നെ അനുഗമിക്കുക എന്ന് പറഞ്ഞു. ഒരു നിമിഷം കർത്താവിന്റെ സന്നിധിയിൽ തലകളെ കുനിക്കാം. ഞങ്ങളെ സ്നേഹിക്കുന്ന പരിശുദ്ധ പിതാവേ, വീണ്ടും ഒരു പ്രാവശ്യം കൂടി ഞങ്ങളുടെ സന്നിധിയിലേക്ക് സഭയായി കടന്നു വരുവാൻ, ഞങ്ങളുടെ പരിശുദ്ധ വചനത്തിന്റെ മുമ്പാകെ നിൽപ്പാൻ കർത്താവ് ഞങ്ങളെ സഹായിച്ചതിനായിട്ട് സ്തോത്രം. Lord, it is your word. Yes. Breathe your power into your word. Amen. അങ്ങയുടെ ശക്തി അങ്ങയുടെ വചനത്തിന്റെ മേൽ അവിടുന്ന് പകർന്നാട്ട് കർത്താവേ. ആമേൻ. ആമേൻ. ഇന്നത്തെ രാത്രികാലം അവിടുന്ന് വാഗ്ദത്തം ചെയ്ത പ്രകാരം ഈ വചനത്താൽ അത്ഭുതത്തിന്റെ പ്രവൃത്തികൾ ഇത് കേൾക്കുന്ന വ്യക്തികളിലും ഇത് പറയുന്ന എന്നിലും സംഭവിപ്പാൻ തക്കവണ്ണം സ്വർഗം സഹായിച്ചു. സകലതും യേശു കർത്താവിന്റെ നാമത്തിൽ തന്നെ. ആമേൻ. പ്രൈസ് ദി ലോർഡ്. നമ്മൾ ഗോസ്പൽ എന്ന് പറയുമ്പോൾ, സുവിശേഷം എന്ന് പറയുമ്പോൾ സാധാരണയായി നമ്മുടെ മനസ്സിലേക്ക് കടന്നു വരുന്നത് പാപികളെ മാനസാന്തരത്തിലേക്ക് നയിക്കുവാൻ തക്കവണ്ണം ദൈവം, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, ഈ ഭൂമിയിലേക്ക് തന്ന ഒരു സുവാർത്തയായിട്ടാണ്. പ്രൈസ് ദി ലോർഡ്. പാപികളെ മാനസാന്തരത്തിലേക്ക് നയിക്കുവാൻ ദൈവം ഒരുക്കിയ പദ്ധതി എന്നാണ് സുവിശേഷത്തെ കുറിച്ച് നമ്മൾ പലപ്പോഴും ചിന്തിക്കാറുള്ളത്. എന്നാൽ ഇന്നത്തെ രാത്രി, ഹല്ലേലൂയ, സ്തോത്രം, ആ ചിന്താഗതികൾക്ക് ഒരു മാറ്റം കൂടെ വരുവാൻ തക്കവണ്ണം, ഹല്ലേലൂയ, പാപികളെ മാത്രമല്ല ദൈവം മാനസാന്തരത്തിലേക്ക് നയിക്കുന്നത്, എന്നാൽ പാപമില്ലെന്ന് പറയുന്ന പലരെയും, പ്രൈസ് ഗോഡ്, ഈ ലോകത്തിൽ നമുക്കറിയാം. ഒരിക്കൽ മാനസാന്തരപ്പെട്ടെന്നും ദൈവകൽപ്പനകളൊക്കെ അനുസരിച്ചെന്ന് പറയുന്നവരും അല്ലാത്തവരുമായിട്ടുള്ളവർ, ഈ ലോകത്തിന്റെ നീതിയിൽ സന്തോഷിക്കുന്നവര്, അസാൻമാർഗിക പ്രവർത്തികളിൽ ഒന്നും പോകാത്തവര്, തങ്ങളെ തന്നെ വിശുദ്ധരായിട്ട് സൂക്ഷിക്കുന്നവര്, ആരുടെയും പിടിച്ചു പറിക്കാത്തവര്, ആരെയും ഉപദ്രവിക്കാത്തവര്, ആരെ കുറിച്ചും ദോഷം പറയാത്തവര്, ദൈവത്തെ ഭയപ്പെടുന്നവര്, അങ്ങനെ ഒരുപാട് വ്യക്തികളുണ്ട്. പ്രൈസ് ഗോഡ്. കഴിഞ്ഞ ആഴ്ച നമ്മൾ കേട്ടു, അങ്ങനെ പറയുന്ന പലരും നരകത്തിലുണ്ട്, അങ്ങനെ പറയുന്ന പലരും they are on their way to hell. ഗോസ്പൽ എന്ന് പറയുന്നത്, സുവിശേഷം എന്ന് പറയുന്നത് അവരുടെ കൂടെ രക്ഷയ്ക്കായിട്ടുള്ളതാണ്. പ്രൈസ് ഗോഡ്. ഇന്നത്തെ രാത്രികാലം നമ്മൾ കേൾക്കുവാൻ പോകുന്ന വചനം അതിശക്തമായ ഒരു വചനമാണ്. പലപ്പോഴും കേട്ട പ്രസംഗങ്ങളുണ്ട് ഈ ടെക്സ്റ്റിനെ ആധാരമാക്കി. പ്രൈസ് ദി ലോർഡ്. ഈ ടെക്സ്റ്റിൽ നിന്ന്, ഈ വചനഭാഗത്ത് ഒത്തിരി പ്രസംഗങ്ങൾ നമ്മൾ കേട്ടിട്ടുണ്ട്. എന്നാൽ ഇന്നത്തെ രാത്രി നാം കേൾക്കുവാൻ പോകുന്ന വചനം തികച്ചും വ്യത്യസ്തമായിരിക്കണമെന്ന് നമുക്ക് കർത്താവിന്റെ സന്നിധിയിൽ പ്രാർത്ഥിക്കാം. അത് മാത്രമല്ല, വ്യത്യസ്തമായിരിക്കുന്ന ഏത് അവസ്ഥയിലാണ്, ഏത് അർത്ഥത്തിലാണെന്ന് ചോദിച്ചാൽ, ഈ വചനം മുമ്പൊന്നും ചെയ്തിട്ടില്ലാത്ത ഒരു പ്രവൃത്തി എന്റെയും നിങ്ങളുടെയും ജീവിതത്തിൽ ചെയ്യുവാൻ തക്കവണ്ണം ഇടയാകണം. നമ്മൾ കേട്ട വചനം എന്ന് പറയുന്നത് 21-ാമത്തെ വാക്യമാണ്. മർക്കോസ് സുവിശേഷം 10:21. അവിടെ പ്രധാനമായിട്ട് എഴുതിയിരിക്കുന്നത്, പ്രൈസ് ദി ലോർഡ്, then Jesus beholding him, he loved him and said unto him, one thing you lack. One thing you lack. നിനക്ക് ഒരു കുറവുണ്ട്. Praise the Lord. നിനക്ക് ഒരു കുറവുണ്ട്. If you see that expression, ആ ഭാഗത്തേക്ക് നോക്കിയാൽ അത് ഒത്തിരി കംഫർട്ട് തരുന്നത് അനേകർക്ക്. എന്താണെന്നറിയാമോ? ബാക്കിയെല്ലാം ഞാൻ ഓക്കെ ആണല്ലോ, ഈ ഒരു കുറവ് മാത്രമല്ലേ ഉള്ളൂ. Praise the Lord. ഞാൻ ആ ഭാഗത്തേക്ക് വരുന്നതിന് മുമ്പ് ആ ടെക്സ്റ്റ് മുഴുവനുമായിട്ട്, ഹല്ലേലൂയ, സ്തോത്രം, ദൈവസഭയുടെ ശ്രദ്ധയ്ക്ക് വേണ്ടി ഇത് വായിപ്പാൻ തക്കവണ്ണം ഞാൻ ആഗ്രഹിക്കുകയാണ്. മർക്കോസിന്റെ സുവിശേഷം 10-ാം അധ്യായം 17 മുതൽ 22 വരെയുള്ള വാക്യങ്ങൾ ആരെങ്കിലും ഒരാൾ ഉറക്കെ വായിച്ചാൽ. അവൻ പുറപ്പെട്ട് യാത്ര ചെയ്യുമ്പോൾ ഒരുവൻ ഓടിവന്ന് അവന്റെ മുമ്പിൽ മുട്ടുകുത്തി, നല്ല ഗുരു, നിത്യജീവനെ അവകാശം ആക്കുവാൻ ഞാൻ എന്ത് ചെയ്യണമെന്ന് അവനോട് ചോദിച്ചു. അതിന് യേശു, എന്നെ നല്ലവനെന്ന് പറയുന്നത് എന്ത്? ദൈവം ഒരുവനല്ലാതെ നല്ലവൻ ആരുമില്ല. കൊല ചെയ്യരുത്, വ്യഭിചാരം ചെയ്യരുത്, മോഷ്ടിക്കരുത്, കള്ളസാക്ഷ്യം പറയരുത്, ചതിക്കരുത്, നിന്റെ അപ്പനെയും അമ്മയെയും ബഹുമാനിക്കുക എന്നീ കൽപ്പനകളെ നീ അറിയുന്നുവല്ലോ എന്ന് പറഞ്ഞു. അവൻ അവനോട്, ഗുരു, ഇതൊക്കെയും ഞാൻ ചെറുപ്പം മുതൽ പ്രമാണിച്ചു പോരുന്നു എന്ന് പറഞ്ഞു. യേശു അവനെ നോക്കി അവനെ സ്നേഹിച്ചു. ഒരു കുറവ് നിനക്കുണ്ട്, നീ പോയി നിനക്കുള്ളതെല്ലാം വിറ്റ് ദരിദ്രർക്ക് കൊടുക്കുക, എന്നാൽ നിനക്ക് സ്വർഗത്തിൽ നിക്ഷേപം ഉണ്ടാകും,
പിന്നെ വന്ന് എന്നെ അനുഗമിക്കുക എന്ന് പറഞ്ഞു. Praise the Lord. Go on. അവൻ വളരെ സമ്പത്തുള്ളവനായതുകൊണ്ട് ഈ വചനത്തിൽ വിഷാദിച്ച് ദുഃഖിതനായി പോയി കളഞ്ഞു. Praise the Lord. Hallelujah. നമ്മൾ കേട്ടത് കർത്താവിന്റെ അടുത്ത് ആഗ്രഹത്തോടെ ഓടി വന്ന ഒരു ചെറുപ്പക്കാരൻ മടങ്ങി പോകുന്ന വിഷാദത്തോടെ. ഹല്ലേലൂയ. എത്രയോ പേര് സന്തോഷത്തോടെ സഭയിലേക്ക് ഓടി വരുന്നുണ്ടെന്ന് അറിയാമോ? എന്നാൽ എത്ര പേരാണ് സന്തോഷത്തോടെ മടങ്ങി പോകുന്നത് എന്നുള്ളത് കർത്താവ് മാത്രമേ അറിയത്തുള്ളൂ. അനേകർ ദുഃഖത്തോടെയാണ് കടന്നു പോകുന്നത്. കടന്നു വന്ന ഭാരം ഏതോ ആ ഭാരത്തിനൊരു പരിഹാരമില്ലാതെ, ആ വേദനയ്ക്കൊരു പരിഹാരമില്ലാതെ, ഹല്ലേലൂയ, തങ്ങൾ പ്രതീക്ഷിച്ചു വന്ന പലതും കേൾക്കാതെയും കാണാതെയും മടങ്ങിപ്പോകുന്ന ഒരു അവസ്ഥ അതായത് ഇവിടെ കാണുവാൻ കഴിയുന്നത്. പ്രൈസ് ദി ലോർഡ്. ആ ടെക്സ്റ്റിലേക്ക് ഹല്ലേലൂയ സ്തോത്രം ഇന്നത്തെ രാത്രി നമ്മുടെ ശ്രദ്ധയെ തിരിച്ചുവാൻ തക്കവണ്ണം ഹല്ലേലൂയ സ്തോത്രം കർത്താവിന്റെ ആത്മാവിൽ ഞാൻ ആഗ്രഹിക്കുകയാണ്. ആദ്യം നമ്മൾ പറഞ്ഞ വാക്യത്തില് യു ലാക്ക് വൺ തിങ്, നിനക്കൊരു കുറവുണ്ട്, നിനക്കൊരു കുറവുണ്ട് എന്ന് പറയുമ്പോൾ പ്രൈസ് ദി ലോർഡ് ഈ വചനഭാഗത്ത് നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയുന്നത് സ്വാഭാവികമായും ആ മനുഷ്യൻ സന്തോഷിച്ചു. ഇത് പറയുന്നത് മനുഷ്യനല്ല, ഹല്ലേലൂയ സ്തോത്രം കർത്താവായ ക്രിസ്തുയേശുവാണ്. യേശു ക്രിസ്തുവാണ് ഹൃദയങ്ങളെ അറിയുന്ന കർത്താവ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ആ വ്യക്തി തന്നോട് സംസാരിച്ചത് സത്യമാണോ കള്ളമാണോ എന്ന് തിരിച്ചറിയുവാൻ ശക്തനായ ദൈവം തമ്പുരാൻ പ്രൈസ് ദി ലോർഡ് അവരോട് പറയുകയാണ്, ഹല്ലേലൂയ, മകനെ ഒരു കുറവ് നിനക്കുണ്ട്. പ്രൈസ് ദി ലോർഡ്. ഇത് കേൾക്കുമ്പോഴേ പ്രിയപ്പെട്ടവരെ നമ്മുടെ ഹൃദയത്തിന്റെ ഉള്ളിലേക്ക് കടന്നു വരുന്ന ഒരു കംഫർട്ട് ഉണ്ട്. പ്രൈസ് ദി ലോർഡ്. യു ലാക്ക് ഓൺലി വൺ തിങ്, റെസ്റ്റ് ഓൾ ആർ ഓക്കേ. മറ്റെല്ലാം ഹല്ലേലൂയ സ്തോത്രം പെർഫെക്റ്റ് ആണ്, മറ്റെല്ലാം ദൈവസന്നിധിയിൽ നീതീകരിക്കപ്പെട്ടതാണ്. എന്നാൽ ഈ ഒരു കുറവ് മാത്രം നിന്നിൽ ഹല്ലേലൂയ ഉള്ളത് കൊണ്ട് പ്രൈസ് ദി ലോർഡ് ഐ ഹാവ് സംതിങ് ടു ടെൽ യു. ഞാൻ ഈ ടെക്സ്റ്റിലേക്ക് വരുമ്പോൾ പ്രിയപ്പെട്ടവരെ ഇന്ന് പ്രധാനമായിട്ട് 3 ഭാഗങ്ങളാണ് ഈ ടെക്സ്റ്റിനെ ആസ്പദമാക്കി സംസാരിക്കുവാൻ തക്കവണ്ണം കർത്താവിന്റെ ആത്മാവിൽ ഞാൻ ശരണപ്പെടുന്നത്. ഒന്ന്, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, ദിസ് ഈസ് എ വേർഡ് ഓഫ് കംഫർട്ട്. This is a word of congratulation. അഭിനന്ദിക്കുന്ന ഒരു വചനഭാഗം ഇതിനകത്തുണ്ട്. അതുപോലെ തന്നെ if you keep reading it, വീണ്ടും വായിച്ചു വരുമ്പോൾ you will have another portion there. Hallelujah, it's a word of warning. Praise the Lord. ദൈവം അനുമോദിക്കുന്നു, ദൈവം ഹല്ലേലൂയ സ്തോത്രം നമ്മളെ കൺഗ്രാജുലേറ്റ് ചെയ്യുന്നു, അതേസമയം ദൈവം നമുക്ക് വാണിംഗ് തരുന്നു. വീണ്ടും if you keep reading, you will come to a level whereby we see that hallelujah stotram there is a word of direction. So we are going to hear 3 aspects from this text. One, hallelujah, it's a word of congratulation, it's a word of warning, and it's a word of direction. Praise the Lord. Hallelujah. Why can I say, how can I say, and why should I say it's a word of congratulation? Praise the Lord. എന്തുകൊണ്ടാണ് ഒരു കുറവ് നിനക്കുണ്ടെന്ന് പറയുമ്പോൾ നമ്മളിൽ പലരും പ്രൈസ് ദി ലോർഡ് ഒരു സന്തോഷത്തിലേക്ക് വരുന്നത്, അല്ലെങ്കിൽ ഒരു സംതൃപ്തിയിലേക്ക് വരുന്നത്? ഹല്ലേലൂയ, ബാക്കി എല്ലാം ഓക്കെയാണ്. അതിന് കാരണമുണ്ട്. പ്രൈസ് ദി ലോർഡ്. അതിന് കാരണം ഇങ്ങനെ മുന്നോട്ട് പറഞ്ഞു പോകുവാനെ കൊണ്ട് ഞാൻ ആഗ്രഹിക്കുകയാണ്. ഞാൻ ഈ വചനം ഇംഗ്ലീഷിലൂടെ എഴുതിയിരിക്കുന്നത് കാരണം എന്താണെന്ന് ചോദിച്ചാൽ അതിൽ എഴുതിയിരിക്കുന്നത് നമുക്ക് മലയാളം അറിയാത്തവർക്കും അത് മനസ്സിലാക്കണം. കേൾക്കുന്ന പലർക്കും പ്രൈസ് ഗോഡ് ചിലരൊക്കെ പറഞ്ഞു അവർക്ക് മലയാളത്തിൽ ഒത്തിരി പറയുന്നതോട് പലതും മനസ്സിലാകുന്നുണ്ട്. So what I am going to do is I am going to speak in English as well. Praise the Lord. So especially the note is prepared in English, so I will read out something, then I will keep explaining in Malayalam as well. Praise the Lord. Number 1, why we say it is a congratulating word when he said that oh, you lack only one thing. Praise the Lord. Because he did not lack morality. One thing, he did not lack morality. അതിലെ ഈ മനുഷ്യൻ ദൈവസന്നിധിയിലേക്ക് യേശുവിന്റെ അടുക്കലേക്ക് കടന്നു വന്ന ഈ ചെറുപ്പക്കാരനായ മനുഷ്യന്റെ ഉള്ളിലേക്ക് യേശു നോക്കിയപ്പോൾ ഒരു ഗുണം അവനിൽ കാണുവാൻ കഴിയുന്നു. ആ ഗുണം എന്താണെന്നറിയാമോ? He was having a good morality. Praise the Lord. വളരെ ധാർമ്മികനായ ഒരു മനുഷ്യനായിരുന്നു. അത് നമുക്കറിയാം, അധാർമികത നിറഞ്ഞ ഈ ലോകത്തില്, പ്രൈസ് ദി ലോർഡ്, നന്മയില്ലാത്ത ഈ ലോകത്തില്, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, അസാന്മാർഗികത മാത്രം നിറഞ്ഞിരിക്കുന്ന ഈ ലോകത്തിൽ ധാർമ്മികനായി ദൈവത്തെ ഭയന്ന് ജീവിക്കുന്ന ഒരു ചെറുപ്പക്കാരൻ. ഈ ചെറുപ്പക്കാരനെ കുറിച്ച് നോക്കിക്കഴിഞ്ഞാൽ അവൻ കർത്താവിന്റെ അടുത്ത് വന്ന് പറയുന്നുണ്ട്, കർത്താവ് ചോദിക്കുന്നു നീ പ്രമാണങ്ങളൊക്കെ ഹല്ലേലൂയ സ്തോത്രം അനുസരിക്കണമെന്ന് പറഞ്ഞപ്പോൾ അവൻ പറഞ്ഞു, ചെറുപ്പം മുതൽ തന്നെ ഞാൻ ഈ പ്രമാണങ്ങളെല്ലാം അനുസരിക്കുന്നവനാണ്. We may say that he was lying, but he was not lying because he was speaking to Messiah. നമ്മളോട് അവൻ പറഞ്ഞ ഒരു പക്ഷേ ഇത് കള്ളമാണെന്ന് പറയാം, but he was speaking to the Lord. The Lord can easily understand whether he was lying or he was telling the truth. Praise the Lord. എങ്ങനെ അത് ലൈ അല്ലെന്ന് നമുക്ക് പറയുവാൻ കഴിയുന്നത് അവിടെ താഴേക്ക് വരുന്ന വാക്യത്തിൽ നമുക്ക് കാണുവാൻ കഴിയും. യേശു അവനെ നോക്കി അവനെ സ്നേഹിച്ചു. So the Lord knew that he was speaking the truth. Look at this young man.
He has the boldness. He has the authority. He has the confidence to say that right from my childhood I have been keeping the law of God. How many of us could say that? ഇന്നത്തെ രാത്രി കേൾക്കണമേ ദൈവമക്കളെ, നമ്മളിൽ എത്ര പേർക്ക് അത് പറയുവാൻ കഴിയും? Praise God. ഹല്ലേലൂയ, സ്തോത്രം. ഹല്ലേലൂയ. അവൻ he saying that I don't have any bad friends. I don't live in sin and I don't enjoy secret sins in my life. And I don't spend time for the, filthy sort of things. Hallelujah. അസാൻമാർഗികമായ, അധാർമികമായ, ഹല്ലേലൂയ, ദൈവത്തെ വെറുപ്പിക്കുന്നതായ ഒരു പ്രവൃത്തികളിൽ ഞാൻ പോകുന്നില്ല. എനിക്ക് അങ്ങനത്തെ ബാഡ് ഫ്രണ്ട്സ് ഇല്ല. ഞാൻ ആവശ്യമില്ലാത്ത കൂട്ടുകെട്ടുകളിൽ പോകുന്നില്ല. ആവശ്യമില്ലാത്ത കാര്യങ്ങളിൽ ഇടപെടുന്നില്ല. ദൈവത്തെ വേദനിപ്പിക്കുന്ന ഒന്നും ഞാൻ ചെയ്യുന്നില്ല. He was talking his positive sides to the Lord. ഇവിടെ ഇരിക്കുന്ന നമ്മൾ എത്ര പേർക്ക് ഇത് പറയാൻ പറ്റും? എന്നെ കേൾക്കുന്ന ദൈവമക്കളെ, some of us even think this way: Lord, I don't do any gross sins, I don't lie, and I don't do anything against your will, and I fear you so much. Praise the Lord. And I don't have any bad company. Hallelujah, stotram. We may boast in so many of our good qualities. Hallelujah. Somehow we can picture ourselves in this young man's role. Hallelujah. ഈ മനുഷ്യന്റെ അവസ്ഥയിൽ നമുക്കൊന്ന് കാണാം. Praise the Lord. So there are people here who are similar to this man. Praise the Lord. One, he did not lack morality. What was the Lord said? You lack one thing. Before I come to that, let me tell you, this man did not lack in morality. That is one of the important aspects of a person's life. Second thing, he did not lack religion. Hallelujah, stotram. He was not outside the religion. And we may say that, we all say that religion is the path to God. ദൈവത്തിലേക്ക് പോകുവാനുള്ള പാതയാണ് മതമെന്നാണ് മനുഷ്യൻ സ്വാഭാവികമായും സ്വയമേ പറയുന്നത്. So he is in a religion. He is in a religion in the sense, praise the Lord, hallelujah. ലൂക്കോസിന്റെ സുവിശേഷം 18-ാം അധ്യായത്തില് ഇതേ ടെക്സ്റ്റ് തന്നെ പറയുന്നുണ്ട്. അവിടെ ഈ ചെറുപ്പക്കാരനെ കുറിച്ച് എഴുതിയിരിക്കുന്നത് he was a certain ruler. He was said to be a ruler. ഒരു പ്രമാണി എന്നാണ് ഈ മനുഷ്യനെ അവിടെ വിളിച്ചിരിക്കുന്നത്. Ruler of what? Ruler of synagogues. സിനഗോഗിന്റെ റൂളർ. ഈ ചെറുപ്രായത്തിൽ തന്നെ ഒരു സിനഗോഗിന്റെ, ഒരു പള്ളിയുടെ പ്രമാണിയായി തീരുവാൻ തക്കവണ്ണം കെൽപ്പും കഴിവും, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, ദൈവ കൃപയുമുള്ള ഒരു മനുഷ്യൻ. ഒന്ന് ചിന്തിച്ചു നോക്കി. അത് മാത്രമല്ല, യേശു കർത്താവ് കൽപ്പനകളെ കുറിച്ച് പറഞ്ഞപ്പോൾ അവൻ പറഞ്ഞു, ഞാൻ ചെറുപ്പം മുതൽ തന്നെ ഈ കൽപ്പനകൾ അനുസരിക്കുന്നു. അതിന്റെ അർത്ഥം ദൈവ ഭയമുള്ള ഒരു കുടുംബത്തിൽ ജനിച്ചു വളർത്തപ്പെട്ട ഒരു ചെറുപ്പക്കാരൻ. And he was a president of an assembly. ദൈവജനം എല്ലാവരും ഒന്നിച്ചു കൂടുമ്പോൾ അവരെ നീതിയിലേക്ക് നയിക്കുവാൻ തക്കവണ്ണം, അവർക്ക് വചനങ്ങൾ പറഞ്ഞു കൊടുക്കുവാൻ തക്കവണ്ണം, ഹല്ലേലൂയ, സ്തോത്രം, അറിവും പ്രാഗൽഭ്യവുമുള്ള ഒരു ചെറുപ്പക്കാരൻ. He did not lack a religion. ഹല്ലേലൂയ. എന്നെ കേൾക്കുന്ന ദൈവമക്കളെ, വളരെ ശക്തമായിട്ട് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കണം. വളരെ ശ്രേഷ്ഠകരമായ ഒരു ദൈവവചനമാണ് ഇന്നത്തെ രാത്രി നമ്മൾ കേൾക്കുവാൻ പോകുന്നത്. പ്രൈസ് ദി ലോർഡ്. നമ്മളെ തന്നെ ശോധന ചെയ്യുന്ന, നമ്മുടെ ഉള്ളിൽ ഒളിഞ്ഞു കിടക്കുന്ന ചില കുറവുകളെ ഇന്നത്തെ രാത്രികാലം, നിങ്ങളുടെ മാത്രമല്ല എന്റെയും ജീവിതത്തിലെ കുറവുകളെ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് എക്സ്പോസ് ചെയ്ത്, what is that one thing which is lacking in me? എന്നിൽ ഒളിഞ്ഞിരിക്കുന്ന കുറവ് എന്താണ് എന്ന് ഇന്നത്തെ രാത്രി ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമ്മളോട് സംസാരിക്കുവാൻ പോവുകയാണ്. So hallelujah, he was a religious man, praise the Lord. He was full of religion, praise the Lord. അത് മാത്രമല്ല, when he came to the Lord, you know what was he addressing to the Lord? എന്താണ് കർത്താവിനെ വിളിച്ചതെന്ന് അറിയാമോ? Oh good master. And you know, according to the Jewish law, they could never ever call somebody good master. Even their rabbi, അവരുടെ റബിമാരെ പോലും ഗുഡ് മാസ്റ്റർ എന്ന് വിളിക്കാറില്ല. പ്രൈസ് ദി ലോർഡ്. As far as they are concerned, master is God. Praise the Lord. But this gentleman, this young man, this ruler of the synagogue, or this man who is respected by whole people, they come to him, they come to the Lord and knelt down before him. അവന്റെ മുമ്പിൽ മുട്ടുകുത്തിക്കൊണ്ട് he was calling Jesus, oh good master. What does that mean? He had a conviction. He was not like an ordinary man. He knew, though I don't think he believed that Jesus was Son of God. I don't know. He may not have believed in the deity of Jesus Christ. But one thing he knew, Jesus was different from all other rabbis. മറ്റെല്ലാ റബ്ബിമാരിലും വ്യത്യസ്തനാണ് യേശു എന്ന് തിരിച്ചറിയുവാനുള്ള ഹല്ലേലൂയ ഒരു കൃപ, ഒരു ജ്ഞാനം, ഒരു ദിവ്യ ജ്ഞാനം ഈ മനുഷ്യരിൽ ഉണ്ടായിരുന്നു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, സ്തോത്രം. ഇന്നത്തെ രാത്രി ഇവിടെ ഇരിക്കുന്ന എന്റെ ജനമേ, എന്നെ കേൾക്കുന്ന ദൈവമക്കളെ, പ്രൈസ് ദി ലോർഡ്, നമ്മളിൽ പലർക്കും, പ്രൈസ് ദി ലോർഡ്, ഈ ഗുഡ് ക്വാളിറ്റി ഉണ്ട്. നമ്മളിൽ പലർക്കും ഈ ഗുഡ് ക്വാളിറ്റി ഉണ്ട്. നല്ല കുടുംബങ്ങളിൽ ജനിച്ചു വളർന്നവരാണ് നമ്മൾ. We know many of us have these sort of good qualities, that we were born and brought up in God-fearing families. And we were so blessed to be the children of some God-fearing parents.
And we were taught the scriptures right from the beginning of our life. Praise the Lord. ചെറുപ്പകാലം മുതൽ തന്നെ നമ്മളെ ഒക്കെയും വചനങ്ങൾ പഠിപ്പിച്ചു കൊണ്ടുവന്നു. ഈ വചനം എടുത്തു കഴിഞ്ഞാൽ എനിക്ക് അറിയാത്ത ഭാഗങ്ങളൊന്നും ഇതിനകത്തില്ല എന്ന് പറഞ്ഞേക്കാം. അതിന് ഒരു ബൈബിൾ ക്വിസ് പ്രോഗ്രാം നടത്തി കഴിഞ്ഞാൽ ഒരുപക്ഷെ 80% 90% നമ്മൾ സ്കോർ ചെയ്തേക്കാം. We are full of scripture. We are full of the knowledge of the word of God. ഹല്ലേലൂയ. അത് മാത്രമല്ല, മറ്റുള്ളവരെ ബഹുമാനിക്കാൻ നമുക്കറിയാം, ഒരു മീറ്റിംഗ് കണ്ടക്ട് ചെയ്യാൻ നമുക്കറിയാം, ഇവിടെ നിന്നുകൊണ്ട് വചനം പറയുവാൻ നമുക്കറിയാം, ഫാസ്റ്റ് ചെയ്യുവാൻ അറിയാം, ഹല്ലേലൂയ, ആരാധന ലീഡ് ചെയ്യുവാൻ അറിയാം. We are not lacking in any of these things. നമ്മൾ ആരും ഇതിനകത്തൊന്നും കുറവുള്ളവരല്ല. പ്രൈസ് ദി ലോർഡ്. അപ്പൊ ഈ മനുഷ്യൻ, ഈ ചെറുപ്പക്കാരൻ വന്ന് പറഞ്ഞ ആ ഹല്ലേലൂയ ഭാഗം നോക്കുമ്പോൾ നമ്മൾ ആ ചെറുപ്പക്കാരന് തുല്യമാണ് ഈ ഒരു ഏരിയയിൽ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, സ്തോത്രം. പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ. മൂന്നാമത്, he did not lack orthodoxy. He did not lack orthodoxy. Orthodoxy എന്ന് പറഞ്ഞാൽ എന്താ അറിയാമോ? Straightforwardness. ഹല്ലേലൂയ, സ്തോത്രം. There is no beguile in him. Praise the Lord. ഹല്ലേലൂയ. അവന് കാപട്യമൊന്നുമില്ലായിരുന്നു. He was so straightforward and he was so strong and he was so straightforward in his faith. അവന്റെ വിശ്വാസത്തിൽ അവൻ നേരെയുള്ളവനായിരുന്നു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അവന് കളങ്കമൊന്നുമില്ലായിരുന്നു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അതിന്റെ അർത്ഥം പറഞ്ഞു കഴിഞ്ഞാൽ അവൻ സത്യദൈവത്തിൽ വിശ്വസിച്ചവനായിരുന്നു. അന്ന് നമുക്കറിയാം, അന്ന് സദൂക്യർ എന്ന് പറഞ്ഞൊരു വിഭാഗം യഹൂദന്മാരുണ്ടായിരുന്നു. They were not believing in resurrection. അവർ പുനരുത്ഥാനത്തിൽ വിശ്വസിച്ചുകൊണ്ടിരുന്നവരല്ല. അതുപോലെ തന്നെ they were believing in hallelujah സ്തോത്രം in the creations, like angels അവർ വിശ്വസിച്ചിരുന്നു. അതുപോലെ ആകാശ സൈന്യങ്ങളിലൊക്കെ അവർ വിശ്വസിച്ചിരുന്നു. ഇതൊക്കെ ചെയ്തുകൊണ്ടിരുന്നവരാണ് സദൂക്യർ. എന്നാൽ ഈ young man, he didn't believe in any of these things. He was believed in the sovereignty of the Lord Almighty. സർവശക്തനായ ദൈവത്തിൽ മാത്രം വിശ്വസിച്ചുകൊണ്ടിരുന്ന സ്ട്രെയിറ്റ് ഫോർവേഡ് ആയിരുന്ന ഒരു ചെറുപ്പക്കാരനായിരുന്നു ഈ ചെറുപ്പക്കാരൻ. ആ ചെറുപ്പക്കാരനെ നോക്കിക്കൊണ്ടാണ് യേശു പറഞ്ഞത്, ഒരു കുറവ് നിന്നിലുണ്ട്. എന്നെ കേൾക്കുന്ന ദൈവവേദനെ, നമ്മൾ ഇവിടെ ഇരിക്കുന്നവർ ആരെങ്കിലും ഹല്ലേലൂയ ഈ വിശ്വാസത്തിൽ നിന്ന് വിട്ട് മറ്റെന്തെങ്കിലുമൊക്കെ ചെയ്യാൻ പോകാറുണ്ടോ? ഹല്ലേലൂയ. നമുക്കറിയാം, ജാതികളായിരിക്കുന്ന മനുഷ്യർ പലതും കാണിക്കുന്നുണ്ട്. പല യാഗങ്ങൾ ചെയ്യുന്നുണ്ട്, ബലികൾ ചെയ്യുന്നുണ്ട്, കോഴികളെ കണ്ടിച്ച് പറപ്പിക്കുന്നുണ്ട്, അത് ചെയ്യുന്നുണ്ട്, ഇത് ചെയ്യുന്നുണ്ട്. നമ്മൾ ആരെങ്കിലും അതിന് വല്ലതും പോകുന്നുണ്ടോ? ഇല്ല. നമ്മുടെ വിശ്വാസം സ്ട്രെയിറ്റ് ഫോർവേഡ് ആണ്. പ്രൈസ് ദി ലോർഡ്. നമ്മൾ സത്യദൈവത്തെയാണ് ആരാധിക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. നമുക്ക് ദൈവം മാത്രമേ ഉള്ളൂ എന്ന് നമ്മൾ എപ്പോഴും പറയാറുണ്ട്. അത് മാത്രമല്ല, ഈ ദൈവവചനമാണ് നമ്മളെ മുന്നോട്ട് നയിക്കുന്നതെന്ന് പറയാറുണ്ട്. പ്രൈസ് ദി ലോർഡ്. ഇതൊക്കെ ചെയ്യുന്ന നമ്മളിൽ എന്തെങ്കിലും കുറവ് ഇന്നത്തെ രാത്രിയുണ്ടോ? Is anything lacking in me? ഹല്ലേലൂയ, സ്തോത്രം. ഇന്നത്തെ രാത്രി ചിന്തിക്കണമേ. ഈ ചെറുപ്പക്കാരൻ സ്വാഭാവികമായി ചിന്തിച്ചു, എനിക്ക് എന്തിന്റെ കുറവാണുള്ളത്? ഈ കർത്താവ് പറയുന്നു എന്നിലൊരു കുറവുണ്ടെന്ന്. എന്നിൽ എന്താണ് കുറവുള്ളത്? പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഹല്ലേലൂയ, സ്തോത്രം. ഹല്ലേലൂയ. വീണ്ടും താഴേക്ക് വന്നു കഴിഞ്ഞാൽ ഞാൻ ആ വ്യക്തിയുടെ പോസിറ്റീവ് സൈഡാണ് പറയുന്നത്. Because he was so comforted. His word was so congratulating. Jesus' word was congratulating. അവനെ ഹല്ലേലൂയ അഭിനന്ദിക്കുന്ന വേർഡാണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. എല്ലാം കേട്ട്, അവനെ കണ്ട്, അവനെ സ്നേഹിച്ച്, അവനെ നോക്കി സന്തോഷത്തോടെ യേശു കർത്താവ് പറഞ്ഞത്, this all fine, but there is one thing missing. There is one thing missing. നമ്മളെ പലരെയും കർത്താവ് സൂക്ഷിച്ചു നോക്കുമ്പോൾ നമ്മുടെ പല കാര്യങ്ങളിൽ, പല ഏരിയകളിൽ കർത്താവ് ഇംപ്രസ്ഡ് ആണ്. പക്ഷേ there is something missing in our life. There is something lacking in our life. Look at this man. He did not lack sincerity and he had a zeal for God. He did not lack sincerity. ഹല്ലേലൂയ, സ്തോത്രം. അവന് ആത്മാർത്ഥത കുറവില്ല. അത് മാത്രമല്ല, he had a zeal for God. ദൈവത്തിന് വേണ്ടി ഒരു തീക്ഷ്ണതയുള്ള മനുഷ്യനാണിത്. ദൈവവചനം എഴുതിയിരിക്കുന്നത് എങ്ങനെയാണെന്ന് അറിയാമോ? അവൻ ഓടി വന്ന് മുട്ടുകുത്തിയത്. He was not an ordinary man, brother. Sister, he was not an ordinary man. He was a respected man in the community. And Jesus was an outcast at that time. Jesus was not accepted by the Jewish community at that time. നമുക്കറിയാം, യേശുവിനെ അന്ന് യഹൂദന്മാരൊന്നും അംഗീകരിച്ചിരുന്നില്ല. പ്രൈസ് ദി ലോർഡ്. യഹൂദന്മാരെ സംബന്ധിച്ചിടത്തോളം യേശു എന്ന് പറയുന്നത് ഹല്ലേലൂയ ഒരു എനിമി ആയിരുന്നു. പ്രൈസ് ദി ലോർഡ്. യേശു എന്ന് പറയുന്നത് ഒരു ഔട്ട്കാസ്റ്റ് ആയിരുന്നു. പ്രൈസ് ദി ലോർഡ്. യേശു എന്ന് പറയുന്നത്, പ്രൈസ് ദി ലോർഡ്, അവർ ബെൽസെബൂലിന്റെ തലവനെന്നൊക്കെ യേശുവിനെ വിളിച്ച് അപഹസിച്ചു. പ്രൈസ് ദി ലോർഡ്. ആ വ്യക്തിയുടെ അടുത്തേക്കാണ് ആ സമൂഹത്തിൽ ഉന്നത അധികാരത്തിലിരിക്കുന്ന ഒരു മനുഷ്യൻ, എല്ലാവരും ബഹുമാനിക്കുന്ന മനുഷ്യൻ ഓടി വന്ന് മുട്ടുകുത്തിക്കൊണ്ട് ഗുഡ് മാസ്റ്റർ എന്ന് വിളിക്കുന്നത്. ഡു യു നോ ദ സീരിയസ്നെസ് ഓഫ് ദാറ്റ്? What does that show? It shows one thing. He was zealous for God. He was zeal for God. Praise the Lord. അത് മാത്രമല്ല, ഹല്ലേലൂയ, സ്തോത്രം. ഹല്ലേലൂയ. അവന് യങ്ങാണെങ്കിലും he was so concerned about the things of God. ദൈവത്തെ സംബന്ധിച്ചിടത്തോളം ഒരുപാട് എരിവുള്ളവനായിരുന്നു.
അതുകൊണ്ടാണ് അവൻ ദൈവത്തിന്റെ എല്ലാ കൽപ്പനകളും അനുസരിപ്പാൻ തക്കവണ്ണം ഹല്ലേലൂയ പ്രാഗൽഭ്യത്തോടെ ദൈവസന്നിധിയിൽ അവൻ വളർന്നത്. ഇഷ്ടം പോലെ പണമുള്ളവനായിരുന്നു അവൻ, അധികാരമുള്ളവനായിരുന്നു അവൻ, യങ്ങായിരുന്നു അവൻ. He had all the opportunities to go out to the world and sin. ലോകത്തിലേക്ക് കടന്നുപോയി പാപങ്ങളെ ചെയ്ത് മറ്റാരെ പോലെ ജീവിപ്പാൻ തക്കവണ്ണം എല്ലാ അവസരങ്ങളും ഉണ്ടായിരുന്ന അവൻ ദൈവത്തോടുള്ള സ്നേഹം ഒന്നുകൊണ്ട് മാത്രമാണ്, ദൈവഭയം ഒന്നുകൊണ്ട് മാത്രമാണ് ഈ കൽപ്പനകളൊക്കെ അനുസരിച്ച് ദൈവസന്നിധിയിൽ നിന്നും. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. അവന്റെ സീലിന്റെ മറ്റൊരു ലക്ഷണം, അവന്റെ സിൻസിയറിറ്റിയുടെ മറ്റൊരു ലക്ഷണം എന്താണെന്ന് അറിയാമോ? ദൈവസന്നിധിയിൽ നിന്ന് ഇനിയും എന്തെങ്കിലും കൂടെ എനിക്ക് പ്രാപിക്കണം എന്നുള്ള ആഗ്രഹം കൊണ്ടാണ് അവൻ ഓടി വന്ന് കർത്താവിന്റെ മുമ്പിൽ കൊണ്ടുപോയി. കർത്താവിനോട് ചോദിച്ച ചോദ്യം എന്താണെന്നറിയാമോ? വാട്ട് ഷാൽ ഐ ഡു to inherit eternal life? നിത്യജീവനെ അവകാശമാക്കുവാൻ ഞാൻ എന്ത് ചെയ്യണം? പ്രൈസ് ദി ലോർഡ്. നിത്യജീവനെ അവകാശമാക്കുവാൻ ഞാൻ എന്ത് ചെയ്യണം? പ്രൈസ് ദി ലോർഡ്. എന്നെ കേൾക്കുന്ന ദൈവമക്കളെ, നമ്മളുടെ ജീവിതത്തെ ഇതുമായിട്ടൊന്ന് കമ്പയർ ചെയ്ത് നോക്കിക്കേ. ഇന്നത്തെ മെസ്സേജ് ഈ യങ് മാനോട് മാത്രമല്ല, ഈ മെസ്സേജ് സഭയോടുകൂടിയാണ്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, സ്തോത്രം. This message is not meant for that. This message was not meant for that young rich ruler. No, it is for the church. That's the reason the Holy Spirit is speaking to the church today. Praise the Lord. Look at our life. Hallelujah, stotram. We are so zealous about God. That is the reason you are in the church today. Praise the Lord. Out in the world, your friends are enjoying the world. They must be sitting in the pub. They must be sitting before the television. They must be doing some, hallelujah, stotram, surfing on the computer. They must be doing something or the other. They must be having a party somewhere. But why are you here today? Because you love God so much. Why are you teaching? Why are you bringing up your children in a God-fearing way? Because you love God so much. Praise the Lord. You have a seal. I have a seal for God. We are so sincere. We don't want to be hypocrites, we know. Especially when we are hearing the word of God, we are allowing the Holy Spirit to build us, rebuild us. We are almost like this young man. We are thinking, what is that one thing missing in me? എന്നിൽ കുറവുള്ളത് എന്താ? എന്നെ നോക്കിക്കൊണ്ട് കർത്താവ് എന്താ പറയുന്നത്? എനിക്ക് കുറവുണ്ടെന്ന്. ഈ ഏരിയകളിൽ ഒന്നും എനിക്ക് കുറവുകളില്ലല്ലോ. എല്ലാവരും മനസ്സിലാവുന്നുണ്ടോ ഞാൻ പറയുന്ന മെസ്സേജ്? ഈ ഏരിയകളിൽ ഒന്നും എനിക്ക് കുറവുകളില്ലല്ലോ. Praise the Lord. Again, if you come down to see the merits of this man, the qualities of the man, he was very thoughtful and he was willing. He was very thoughtful. Being thoughtful means a great thing. ഇരുന്ന് ചിന്തിക്കുക എന്ന് പറയുന്നത് it is not a small thing. ഇവിടെ ഇരിക്കുന്ന എത്ര പേർക്ക് ഇന്നത്തെ ദിവസം ചിന്തിക്കാനുള്ള സമയം കിട്ടി? പറഞ്ഞു. How many of us have got a couple of minutes just to sit there and think? Did we think something today? We were so busy. We were taken up with so much commitments. We had no time to think about ourselves. Thoughtfulness അല്ലെങ്കിൽ thinking എന്ന് പറയുന്നത് it's a great thing in a person's life. If you don't think, you will not know many things that you need to have for the future. അല്ലേ, നിന്റെ ഭാവി ജീവിതത്തിലേക്ക് നിനക്ക് വേണ്ട പലതും നിനക്ക് ലഭിക്കണമെങ്കിൽ നീ ചിന്തിക്കുന്നവനായിരിക്കണം, നീ ചിന്തിക്കുന്നവളായിരിക്കണം. This man was a thoughtful man. ഹല്ലേലൂയ. ഇവൻ ചിന്തിക്കുന്ന മനുഷ്യനായിരുന്നു. അതാണ് അവൻ ഈ കൽപ്പനകളെല്ലാം അനുസരിച്ചു. ദൈവസന്നിധിയിൽ ഒരു കുറവുമില്ലെന്ന് തനിക്ക് തോന്നി. അത് മാത്രമല്ല, തനിക്ക് മുകളിലുള്ള റബ്ബിമാരൊക്കെ പറഞ്ഞു, you are exemplary, you are excellent. That is the reason he was appointed to be a ruler of the synagogue. Hallelujah. അതുകൊണ്ടാണ് സമൂഹത്തിൽ ഒരു പ്രഥമ സ്ഥാനം അവന് കൊടുത്തത്. ഇതെല്ലാം നടന്നിട്ടും അവന്റെ ഉള്ളില് he started thinking, is there anything missing in me? That is the reason he came to the master and asked, Lord, what shall I do to inherit eternal life? ഒന്നവന് മനസ്സിലായി. When he started thinking about his own life, he knew that a great thing is missing in me. A part of my heart is vacuum. Hallelujah. എന്റെ ഹൃദയത്തിന്റെ ഒരു ഭാഗം ശൂന്യമാണ്. എന്താണ് ശൂന്യമെന്ന് അറിയാമോ? എനിക്ക് നിത്യജീവനില്ല. Hallelujah. എനിക്ക് നിത്യജീവനില്ല. You know, till that time, sermon on eternal life was not there. Sermon on eternal life started from Jesus. Praise the Lord. Hallelujah. സ്തോത്രം. അവനൊന്ന് മനസ്സിലായി, എന്നിൽ eternal life ഇല്ല. അതുകൊണ്ട് അവൻ ഓടി വന്ന് യേശുവിന്റെ മുമ്പിൽ മുട്ടുകുത്തി പറഞ്ഞു, കർത്താവേ, ഞാൻ ഹല്ലേലൂയ സ്തോത്രം നിത്യജീവനെ അവകാശമാക്കുവാൻ ഞാൻ എന്ത് ചെയ്യണം? And he was willing also. By the question he asked, അവൻ ചോദിച്ച ചോദ്യത്തിന്റെ അർത്ഥം എന്താണെന്ന് അറിയാമോ? If you are telling me the remedy, Lord, if you can tell me what shall I do to inherit eternal life, I am willing to do anything and everything to have it. ഞാൻ പറയുന്നത് മനസ്സിലാവുന്നുണ്ടോ?
നീ എന്നോട് അതിന്റെ രഹസ്യം പറഞ്ഞു തന്നാൽ ഞാനത് ചെയ്യാൻ തയ്യാറാണ്. ഇവിടെ ഇരിക്കുന്ന എത്ര ദൈവമക്കളെ, എത്ര പേർക്ക് ആ തോട്ട്ഫുൾനെസ് എനിക്കുണ്ട്. ഇവിടെ ഇരിക്കുന്ന സഹോദരന്മാർക്കും സഹോദരിമാർക്കും ഉണ്ട്. അതുകൊണ്ടല്ലേ ഓരോ ദിവസവും വചനം കേൾക്കാനുള്ള ആഗ്രഹത്തോടെ വരുന്നത്. അതുകൊണ്ടല്ലേ ബൈബിൾ സ്റ്റഡീസിൽ നിന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നത്. അതുകൊണ്ടല്ലേ സൺഡേ സ്കൂളിൽ നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് ദൈവവചനം പകർന്നു കൊടുക്കുന്നത്. കാരണം വി ആർ തിങ്കിങ് അബൌട്ട് ടുമോറോ, വി ഹാവ് തോട്ട്ഫുൾനെസ്. അതുകൊണ്ടല്ലേ എപ്പോഴും ദൈവസന്നിധിയിൽ നിന്ന് കണ്ണുനീരോടെ പ്രാർത്ഥിക്കുന്നത്, കർത്താവേ എന്നോട് സംസാരിക്കണമേ. That is the only reason when we come to the church, we are asking the Holy Spirit to speak to me, Lord. What is lacking in me? That means we are like this man who is thoughtful at the same time we are willing. Praise the Lord. You know one reason. When we start thinking, our head may make us something big. Our head might say that we are something big, but our heart will say that we are lacking something. മനസ്സിലായോ? അദ്ദേഹം ചിന്തിച്ചപ്പോഴ് അവന്റെ മനസ്സ്, അവന്റെ ഹെഡ് അവനോട് പറഞ്ഞു, യു ആർ ഗ്രേറ്റ് ബിക്കോസ് യു കീപ് ദ ലോസ്. യു ആർ ഗ്രേറ്റ്. ലുക്ക് അറ്റ് യുവർ ലൈഫ്. യു ആർ ദ റൂളർ. Oh, you are great. Look at your wealth. You have achieved so much. But when he started thinking, his heart told him that he lacked eternal life. Always remember, my brothers and my sisters, our head is against us, but our heart is in favor of us. Because Lord doesn't speak through the head, but he speaks through the heart. ഹല്ലേലൂയ, സ്തോത്രം. ഇതാണ് കർത്താവിന്റെ സന്നിധിയിൽ നാം പഠിക്കേണ്ട കാര്യങ്ങൾ. Praise the Lord. There are someone, as you are listening to this message, ഇവിടെ ഇരുന്ന് കേൾക്കുമ്പോൾ തന്നെ some of you must be thinking in your heart, Lord, I am doing so much these days and I am trying my level best. I am trying all possible ways, but why can't I overcome those things? ഞാൻ ഒത്തിരി ശ്രമിക്കുന്നുണ്ട് കർത്താവേ, ഞാൻ അങ്ങനെ ആയിത്തീരാൻ ഒത്തിരി ആഗ്രഹിക്കുന്നുണ്ട് കർത്താവേ, എന്നെ കൊണ്ട് കഴിയുന്നതൊക്കെ ഞാൻ ചെയ്യുന്നുണ്ട്. But why do I fail again and again and again? Praise the Lord. Why do I fail again and again and again? This is exactly what this man came to the Lord and asked, Lord, what shall I do now? Because I have done so many things. I have done so much. But now tell me, Lord, I am hearing a new message from you about eternal life, and I know that it is not in me because my heart is not at rest. I am not in my fullness. I have this feeling in my heart that I am missing that great thing. Lord, tell me, what shall I do to that? What shall I do for that? Praise the Lord. Hallelujah. Stotram. This young man was willing to come down to Jesus. He had many good things in him, but he was not satisfied with what he had. Praise the Lord. When we look at this man, one thing we know, though he had all these good qualities, for him to be appreciated, but there's something missing in him. From our human way of thinking, നാം ചിന്തിച്ചു നോക്കിയാൽ കർത്താവ് പറഞ്ഞില്ലെങ്കിലും ഒരു കാര്യം നമുക്ക് അവിടെ മനസ്സിലാക്കാൻ പറ്റും. He had missed one thing. He lacked one thing. Praise the Lord. He lacked the wisdom of God. He lacked the wisdom of God. He did not know the spirituality of law. He was saying that he was a law keeper. അവൻ പ്രമാണങ്ങളൊക്കെ അനുസരിക്കുന്നവനാണ്, ന്യായ പ്രമാണങ്ങളൊക്കെ അനുസരിക്കുന്നവനാണെന്ന് അവൻ പറഞ്ഞുവെങ്കിലും he did not know the spirit of the law, but he was only obeying the letter of the law. Praise the Lord. He doesn't know, he did not know what is the secret of the spirit behind the law. ന്യായ പ്രമാണത്തിന്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന ആത്മാവ് എന്ത് എന്നുള്ളത് അവൻ അറിയത്തില്ലായിരുന്നു. ഫോർ എക്സാമ്പിൾ ഞാൻ പറയാം. ഹല്ലേലൂയ, സ്തോത്രം. കർത്താവിന്റെ വചനത്തിൽ സെർമൺ ഓൺ ദ മൗണ്ടിൽ നമുക്കറിയാം. 5 താഴേക്ക് വായിച്ചു വന്ന് 6 ആ ഭാഗത്തൊക്കെ വരുമ്പോൾ നമുക്കറിയാം കർത്താവ് വലിയ പാപങ്ങളെ കുറിച്ചൊക്കെ സംസാരിക്കുമ്പോൾ കർത്താവ് പറയുന്നുണ്ട്, സ്ത്രീയെ മോഹിക്കേണ്ടത് നമ്മളെ നോക്കുന്നവന് ഹൃദയം കൊണ്ട് അവളോട് വ്യഭിചാരം ചെയ്തെന്നാണ്. പഴയ നിയമത്തിൽ അങ്ങനെ ഒരു കൽപ്പനയില്ല. പഴയ നിയമത്തിലെ കൽപ്പന വ്യഭിചാരം ചെയ്യരുതെന്നേ ഉള്ളൂ. സ്ത്രീയെ നോക്കുന്നത് കുഴപ്പമില്ല, കാരണം കുഴപ്പമില്ലെന്ന് ബൈബിൾ എഴുതിയിട്ടില്ല. പക്ഷേ അതൊരു കൽപ്പനയായിട്ട് എഴുതിയിട്ടില്ല. കാരണം എന്തെന്ന് ചോദിച്ചാൽ അന്നത്തെ മനുഷ്യർ ചിലപ്പോൾ നോക്കിപ്പോകും. Praise the Lord. എന്നാൽ പുതിയ നിയമത്തിൽ വന്നപ്പോൾ what is the spirit of that commandment? Spirit of the commandment, don't commit adultery എന്ന് പറഞ്ഞാൽ that is simple letters. Those people who were living in the old covenant, they were keeping the letters. അവർ ആ കൽപ്പന അനുസരിക്കുന്നു. എങ്ങനെ? They don't commit an external act with a woman or with a man because they fear that they will be killed by God.
But in the New Testament, what happens? Jesus said, you can't even lust after a woman. If you lust after a woman, you look after a woman or a man with a lustful thoughts inside, you have already committed adultery. You know the spirit of the Lord? In the New Testament, that is the spirit of the Lord. When you keep looking on a woman, no matter, you may say that you are appreciating the beauty or something like that, but reality, what is happening? You are lusting. That is what the spirit of the law. But this man is concerned, he was keeping the law externally, 100%. But internally, he didn't have truth inside his heart. That is why his heart was empty. That is why his heart was restless. That is the reason he came running to Jesus. Because Jesus only can, hallelujah, only Jesus can, hallelujah, keep that vacuum filled. Praise the Lord. ഹൃദയത്തിന്റെ ഉള്ളിലെ ശൂന്യതയെ നിറയ്ക്കുവാൻ മാറ്റുവാൻ യേശുവിന് മാത്രമേ കഴിയൂ. Praise the Lord. Hallelujah. Jesus only can fill our heart. He only can put that conviction deep in our heart and write on our conscience. നമ്മുടെ ഹൃദയത്തിന്റെ ഉള്ളിൽ വചനത്തെ എഴുതുവാൻ, ഹൃദയത്തിന്റെ ഉള്ളിൽ പ്രമാണത്തെ എഴുതുവാൻ, അതനുസരിച്ച് ജീവിപ്പാൻ നമ്മളെ സഹായിക്കുവാൻ യേശുവിന് മാത്രമേ കഴിയൂ. Praise the Lord. ഹല്ലേലൂയ, സ്തോത്രം. സങ്കീർത്തനങ്ങൾ 111:10 പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ, പ്രോവർബ്സ് 9:10 ഹല്ലേലൂയ, സദൃശവാക്യങ്ങൾ 9:10 പറയുന്ന ഒരു മനോഹരമായ വാക്യമുണ്ട്. The fear of the Lord is the beginning of wisdom. Hallelujah. When we see that this man lacked wisdom, ഈ മനുഷ്യന് സ്വർഗത്തിന്റെ വിസ്ഡം കുറവായിരുന്നു എന്ന് നമ്മൾ പറയുമ്പോൾ ആ വിസ്ഡം തുടങ്ങുന്നത് എവിടെയാണെന്ന് അറിയാമോ? The fear of the Lord. എന്നെ കേൾക്കുന്ന ദൈവമേ, when we fear God, what really happening, you know? When we fear God, we come closer to God and we don't put any terms there, we don't put any conditions there, we have only one appeal there. We say to Lord, Lord, I know that you are God and I know that I am a man, I am a human being. Lord, tell me, I am willing to obey. This is what it happens. Fear of the Lord is the beginning of wisdom. Wherever the fear of the Lord comes in, there wisdom starts operating. Praise the Lord. ദൈവഭയം നമ്മുടെ ഹൃദയത്തിന്റെ ഉള്ളിലേക്ക് വരുമ്പോൾ, ദൈവഭയം നമ്മുടെ ജീവിതത്തിലേക്ക് വരുമ്പോൾ, പ്രിയപ്പെട്ടവരെ, നാം ദൈവത്തിലേക്ക് അടുത്തു. Praise the Lord. അവിടെയാണ് ഹ്യൂമൻ വിസ്ഡം മാറി ഗോഡ്സ് വിസ്ഡം വരുന്നത്. Praise the Lord. ഹല്ലേലൂയ, സ്തോത്രം. ഈ മനുഷ്യന് ഇല്ലാതിരുന്നത് എന്താണെന്ന് ചോദിച്ചാൽ ഹെവൻലി വിസ്ഡം ഇല്ലായിരുന്നു. He had the wisdom of the earth. He had the wisdom of a man, but he didn't have the wisdom from God. Hallelujah, stotram. That is the reason he could not understand the New Testament. He could not understand, hallelujah, the meaning and the spirit behind the laws written by God. Praise the Lord. Hallelujah. ഇത്രയും പറഞ്ഞതിനകത്ത് ബോറടിക്കുന്നുണ്ടോ? Now we are getting into the interesting part. Praise the Lord. This was all about congratulating. This words congratulates us. ഈ വചനം കേൾക്കുന്നവരെ നമുക്ക് എല്ലാവർക്കും കംഫർട്ടാണ്. എന്നെ കേൾക്കുന്ന ദൈവമക്കളെ, ഹല്ലേലൂയ, സ്തോത്രം. നിങ്ങളെ ഒരു സാങ്കല്പിക ലോകത്തിൽ ഇരുത്തി നിങ്ങൾ ഓക്കെ ആണെന്നും നിങ്ങൾക്കൊരു കുഴപ്പവുമില്ലെന്നും കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കാൻ പോവുകയാണെന്നും കർത്താവിന്റെ കൈ താണിറങ്ങി വരുന്നത് ആത്മാവിൽ ഞാൻ കാണുന്നുവെന്നും നിങ്ങളുടെ ഭാരങ്ങളിലേക്ക്, നിങ്ങളുടെ പ്രശ്നങ്ങളിലേക്ക് അവന്റെ ആണിപ്പാടുള്ള കരങ്ങൾ വരുന്നു എന്നൊക്കെ പ്രസംഗിച്ച് നിങ്ങളെ ഒരു കംഫോർട്ട് സോണിലാക്കി മടക്കി അയക്കാൻ എനിക്ക് കഴിയും. അടുത്ത ആഴ്ച അല്ലെങ്കിൽ നാളെ നിങ്ങൾ വീണ്ടും സഭയിലേക്ക് വരാൻ. പക്ഷെ എന്നെ അതിനെല്ലാം കർത്താവ് വിളിച്ചത്, എന്നെ കർത്താവ് വിളിച്ചത് സത്യത്തെ പ്രസ്താവിക്കാനാണ്, സത്യത്തെ പ്രസംഗിക്കാനാണ്. എന്നെ കേൾക്കുന്ന ദൈവവേദനയെ എന്റെ ഹൃദയത്തിന്റെ ഉള്ളിൽ ഒരേ ഒരു ആഗ്രഹമേ ഉള്ളൂ, എന്നെ കേൾക്കുന്ന എല്ലാവരും എന്നെക്കാൾ അധികം കൃപയിലായി തീരണം. ഇന്നത്തെ രാത്രി കർത്താവിന്റെ കാഹളം ധരിച്ചാൽ ഇവിടെ ഇരിക്കുന്നവരാരും നഷ്ടപ്പെട്ടു പോകരുത്. ഇത്രയും ബുദ്ധിമുട്ട് സഹിച്ച ദൂര സ്ഥലങ്ങളിൽ നിങ്ങൾ ഇവിടെ വന്നിരിക്കുന്നുവെങ്കിൽ, നിങ്ങളുടെ ജോലി പോലും മാറ്റിവെച്ചൊരു പക്ഷേ ഡ്യൂട്ടി മാറ്റിയെടുത്ത് പ്രിയപ്പെട്ടവരെ നിങ്ങൾ ഇവിടെ വന്നിരിക്കുന്നുവെങ്കിൽ, നിങ്ങൾ വന്നുപോയ സമയം നിങ്ങൾക്ക് നഷ്ടമായി പോകരുത്. നിങ്ങൾ അറിയേണ്ട സത്യങ്ങൾ ഇന്നത്തെ രാത്രി ഈ ടെക്സ്റ്റിലൂടെ നിങ്ങൾ അറിയുക തന്നെ ചെയ്യണം. പ്രൈസ് ദി ലോർഡ്. ഇതുവരെ നമ്മൾ കേട്ടതൊന്നും നമ്മുടെ ഹൃദയത്തെ കുത്തുവാനുള്ളതല്ല. ഇതുവരെ കേട്ടതൊന്നും നമുക്ക് കുറവുള്ളതായിട്ടല്ല. ഏറ്റവും ഒടുവിൽ ഞാൻ പറഞ്ഞു വിസ്ഡം ഇല്ലായിരുന്നു. എവിടെയിരിക്കുന്നത് നമുക്കറിയാം. കർത്താവിന്റെ പരിശുദ്ധാത്മാവിനെ അവിടെ നമുക്ക് തന്നിരിക്കുന്നത് കൊണ്ട് ഹല്ലേലൂയ, we have the wisdom from above. Praise the Lord. That is the reason hallelujah we could do so many things which that people could not do. Hallelujah. We can do so many things, but those people, even the great men who lived in Old Testament, they were not able to do certain things which we can do today because of the Holy Spirit living in us. Praise the Lord. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമ്മൾ ജീവിക്കുന്നുണ്ട്. ഹല്ലേലൂയ, സ്തോത്രം. നമുക്കത് ചെയ്യുവാൻ കഴിയും. സോ ഇതുവരെ നമ്മൾ കേട്ടത് കൺഗ്രാറ്റുലേറ്റിംഗ്, നമ്മളിലെ ഗുഡ്നെസ്സിനെ കുറിച്ച് കർത്താവ് സംസാരിക്കുകയാണ്. We are doing so much for him. We are doing so much for him.
Now, let me come to the second portion. This text has a word of warning. ഈ ടെക്സ്റ്റിലെ വാണിംഗ് എന്താണ്? ഇതിനകത്തുള്ള മുന്നറിയിപ്പ് എന്താ? Praise the Lord. Only one thing he lacked. What was this young man lacking? എന്താണ് അവന്റെ ജീവിതത്തിലുള്ള കുറവ്? ഹല്ലേലൂയ. അവൻ ഇത്രയൊക്കെ ചെയ്യുന്നവരാണ്. യേശു അവനെ സ്നേഹിച്ചു, യേശുവിനെ കൺഗ്രാജുലേറ്റ് ചെയ്തു. But the Lord said, before he was leaving, but the Lord said, young man, I find something great missing in you. You lack one thing. What was that one thing he was missing? He was lacking. It was the full surrender of his heart to God in Christ, which he had not done yet. What was missing in him? He had done everything, but he didn't do one thing so far. It was the full surrender of his life unto the feet of the Lord, unto the feet of the Lord Christ. ഹല്ലേലൂയ. കർത്താവിന്റെ സന്നിധിയിൽ അവന്റെ ഹൃദയത്തെ പൂർണ്ണമായി സമർപ്പിക്കുവാൻ ഇന്നുവരെയും അവന് കഴിഞ്ഞില്ല. എന്നെ കേൾക്കുന്ന ദൈവമേ, ഒത്തിരി കാര്യങ്ങൾ കർത്താവിന് വേണ്ടി നമ്മൾ ചെയ്യുന്നുണ്ട്. പ്രൈസ് ദി ലോർഡ്. കർത്താവ് എന്ന് പറഞ്ഞാൽ സകലതുമാണ്. എന്നാൽ ഹല്ലേലൂയ, പൂർണ്ണ ഹൃദയത്തോടെ ജീവിതത്തിന്റെ എല്ലാ അവസ്ഥകളെയും, നിന്റെ പാസ്റ്റിനെയും നിന്റെ പ്രസന്റിനെയും നിന്റെ ഫ്യൂച്ചറിനെയും, ഹല്ലേലൂയ, നിന്റെ ജീവിതത്തിന്റെ സകലത്തെയും കർത്താവിന്റെ പാദപീഠത്തിൽ വെക്കുവാൻ നിനക്ക് കഴിഞ്ഞിട്ടുണ്ടോ? കഴിഞ്ഞിട്ടില്ലെങ്കിൽ that is the one missing in you. That is the one lacking in me. Praise the Lord. Let me go on telling that. Hallelujah. Our Lord therefore gave him a command to test him. അവന്റെ ഹൃദയം ദൈവസന്നിധിയിൽ പൂർണ്ണമായി സമർപ്പിച്ചിട്ടുണ്ടോ എന്ന് ഉള്ളതിന് കർത്താവ് അവനൊരു ടെസ്റ്റ് കൊടുത്തു. God gave him a test. Our Lord Jesus commanded a test to him. What was the test? What was the test? Hallelujah. Can you show me verse 21? Hallelujah. അവിടെ എഴുതിയിരിക്കുന്നത് എന്താണെന്നറിയാമോ? ഒരു കുറവ് നിനക്കുണ്ട്, പോയി നിനക്കുള്ളതെല്ലാം വിറ്റ് ദരിദ്രർക്ക് കൊടുക്കുക, എന്നാൽ നിനക്ക് സ്വർഗത്തിൽ നിക്ഷേപം ഉണ്ടാകും. ഹല്ലേലൂയ. സ്തോത്രം. നിനക്കുള്ളതൊക്കെ വിറ്റ് ദരിദ്രർക്ക് കൊടുക്കുക, എന്നാൽ സ്വർഗത്തിൽ നിനക്ക് നിക്ഷേപം ഉണ്ടാകും. God wanted to test him. Lord Jesus wanted to test him. And we know what was the one thing missing in his life. The Lord says it was his surrendering. He hasn't surrendered everything he has before God. What does that mean? ദൈവത്തെക്കാൾ അധികം അവനെ സ്നേഹിക്കുന്നതൊന്നും അവന്റെ ജീവിതത്തിൽ ഉണ്ടാകരുതെന്ന് ദൈവം അവനെ കുറിച്ച് ആഗ്രഹിക്കുന്നു. അവന്റെ ജീവിതത്തിൽ ദൈവത്തെക്കാൾ അധികം അവൻ സ്നേഹിക്കുന്നത് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് കർത്താവിന്റെ പാദപീഠത്തിൽ വെക്കണം. ഇന്നത്തെ രാത്രി നിന്റെയും എന്റെയും ജീവിതത്തിൽ കർത്താവിനേക്കാൾ അധികമായി സ്നേഹിക്കുന്നത് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതാ കർത്താവ് ചോദിക്കുന്നത്. Praise the Lord. And this is a commandment which he didn't tell anybody else. There are so many commandments in the word of God. There are in the Old Testament itself there are more than almost 613 commandments there. Praise the Lord. ഈ കമാൻഡ്മെന്റ്സിൽ ഒന്നുമില്ലാത്ത ഒരു പ്രത്യേക കമാൻഡ്മെന്റ്സ് ആണിത്. നിനക്കുള്ളതൊക്കെ വിറ്റ് ദരിദ്രർക്ക് കൊടുത്തിട്ട് ഒന്നെന്നെ അനുഭവിക്കണം. Because Jesus knew his heart. Hallelujah. By looking at him, the way he was speaking of himself, the way he was boasting on himself that I am doing so many things for the Lord. The Lord looked into his heart and he saw something is there which he loved more than God. What was that? It was his possessions. And it was his position. Possessions and possession. Why possessions? കർത്താവ് പറഞ്ഞു നിനക്കുള്ളതൊക്കെ വിറ്റ് ദരിദ്രർക്ക് കൊടുക്കുക. Why possession? എന്നിട്ട് അതെല്ലാം വിട്ട് നിന്റെ സ്ഥാനമാനങ്ങൾ വിട്ടിട്ട് എന്നെ അനുഭവിക്കാം. Hallelujah. The Lord didn't tell this to anybody else, but the Lord told this to that man, because that was the only one thing missing in his life. He valued his possessions and his possession more than God. ഇന്നത്തെ രാത്രി എന്നെ കേൾക്കുന്ന ദൈവമൈതലേ, ഇതുകൊണ്ടാണ് അവന് വിസ്ഡം കിട്ടാതെ പോകുന്നത്. Because of this reason he didn't have wisdom. Because of this reason he didn't have eternal life. Because of this reason his heart was not at rest. Because of this reason he came running to the Lord. Hallelujah. Only one reason. He
did not surrender everything at the feet of the Lord because he loved them so much. He was a young man. He was so rich. He was living in comfort and luxury. He had nothing. Hallelujah. There are so many people around him. He had maid servants and male servants. He had everything. He had position. He had authority. He had a good name in the society. He didn't want to lose them. എന്നെ കേൾക്കുന്ന ദൈവമക്കളെ, ഇന്നത്തെ രാത്രി കർത്താവിന്റെ പരിശുദ്ധാത്മാവ് നമ്മളോട് സംസാരിക്കുമ്പോൾ, in that young man's life, that was the one which was lacking. In your life, in my life, what is missing? Is there anything in our life which is not surrendered to the Lord until now? ഇതുവരെ കർത്താവിന്റെ സന്നിധിയിൽ സമർപ്പിക്കപ്പെടാത്തതായിട്ട് എന്തെങ്കിലും എന്റെയും നിങ്ങളുടെയും ജീവിതത്തിലുണ്ടോ? Praise the Lord. Hallelujah. കർത്താവ് പറഞ്ഞു, you young man, now I know what is missing in you, and I am telling you the remedy. I am giving you a warning. You are on your way to eternal hell. So before you get into hell, before you are thrown out into hell, look at this man. Right from his childhood, he was so upright. He was keeping the promises. He was keeping the law of God. He was keeping the Sabbath of God. He was doing all sort of fasting. He was, hallelujah, he was reciting and he was learning all his scripture by heart. And he had a great reputation that he was a teacher of the law. ഇതെല്ലാം കയ്യിൽ വെച്ചുകൊണ്ടാണ് അവൻ നരകത്തിൽ പോകാൻ പോകുന്നത്. Can you imagine that, my brothers and my sisters? How many good things you have done? മുമ്പേ കൺഗ്രാജുലേറ്റിംഗ് ചെയ്യുന്ന കാര്യം പറഞ്ഞപ്പോൾ നമ്മളെല്ലാം പെട്ടെന്ന് നമ്മുടെയൊക്കെ തല ഉയർന്നത് ഇതൊക്കെ ഞാൻ ചെയ്യുന്നതാണ്. ഈ നന്മകൾ കൊണ്ടാണ് നിത്യനരകത്തിൽ പോകേണ്ടത്. ഈ മെസ്സേജ് ഞാൻ പ്രിപ്പയർ ചെയ്ത് കഴിഞ്ഞപ്പോൾ ഈ മെസ്സേജിന് എനിക്കൊരു ടൈറ്റിൽ ഇടണം. ഹല്ലേലൂയ. കാരണം യൂട്യൂബിൽ ഇതിനുമ്പോൾ ഒരു ടൈറ്റിൽ വേണമല്ലോ. ഞാൻ പല ടൈറ്റിലിനെ കുറിച്ച് കർത്താവിന്റെ സന്നിധിയിൽ പ്രാർത്ഥിച്ചു, ഒന്നും അങ്ങോട്ട് ശരിയാകുന്നില്ല. അവസാനം ഒരു ടൈറ്റിൽ കർത്താവ് തന്നു. എന്ത് അറിയാമോ? എ സ്റ്റെപ്പ് എവേ ഫ്രം ഹെവൻ. A step, one step away from heaven. സ്വർഗത്തിൽ നിന്ന് ഒരു പടി അകലെ. എന്തുകൊണ്ടാ ബ്രദറെ സ്വർഗത്തിൽ നിന്ന് ഒരു പടി അകലെ എന്ന് പറഞ്ഞത്? ബാക്കിയെല്ലാം ചെയ്തു, പക്ഷെ കർത്താവ് പറഞ്ഞു ഒന്ന് അവൻ ചെയ്തില്ല. സ്വർഗത്തിൽ പോകേണ്ടവൻ, സ്വർഗത്തിന്റെ അടുത്തെത്തിയവൻ നിത്യനരകത്തിലേക്ക് പോകേണ്ടവൻ. ആ അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കി. How terrific it is. Come closer to heaven. You are just one step away from heaven. And just because you didn't want to yield yourself to the warning of the Lord, the time given to you is lapsed. You are thrown into the fire where the brimstone is burning there. Sulfur kathunna, hallelujah, gandhakam kathunna തീപ്പൊയ്കയിലേക്ക് നീ വീഴേണ്ടി വന്നു. Praise the Lord. Hallelujah. സ്തോത്രം. You see, why do we know that this one thing he didn't want to leave? Because Bible says, if you come down to 22, please come down to 22. അവൻ വളരെ സമ്പത്തുള്ളവനാകൊണ്ട് ഈ വചനത്തിങ്കൽ വിഷാദിച്ച് പോയി കളഞ്ഞു. He came with great expectations to the Lord, but he went back sorrowing because he had great riches which he didn't want to leave for the sake of the Lord. ദൈവത്തിന് വേണ്ടി ആ നന്മ മറക്കാൻ, ഈ ഭൂമി തന്നത് മറക്കാൻ അവൻ തയ്യാറായില്ല. We have great examples like Saul and Paul. You know Paul. What was the old name of Saul? Paul? It was Saul. Shaul എന്താ ചെയ്തത്? He was a great rich man. What do you do? He counted them but dead. അതിനെയൊക്കെ വെറും ഹല്ലേലൂയ റബ്ബിഷ് ആയിട്ട് അവൻ കൗണ്ട് ചെയ്തിട്ട് കർത്താവിന്റെ പിന്നാലെ വന്നു. Where is Paul now? Tell me. ഹല്ലേലൂയ. ഇന്നത്തെ രാത്രികാലം കർത്താവിന്റെ വാണിംഗ് നിനക്ക് ഏറ്റെടുക്കുവാൻ കഴിയുന്നുവെങ്കിൽ എന്നെ കേൾക്കുന്ന ദൈവമേ, കർത്താവിന്റെ കരങ്ങളിൽ അത്ഭുതകരമായി ഉപയോഗിക്കപ്പെടുന്ന ഒരു ദൈവത്തിന്റെ ദാസനായി നീ മാറും. നീ ഒരു ദൈവത്തിന്റെ ദാസിയായി മാറും. നിത്യത മുഴുവനും പ്രൈസ് ദി ലോർഡ് അവരോടുകൂടെ ഉന്നതങ്ങളിൽ അവൻ ഇരിക്കുന്നിടത്തിരിപ്പാൻ നിനക്കും എനിക്കും അവൻ വരം നൽകും. But if you are so attached to these earthly possessions, what will happen? You won't be able to keep them for permanent. You cannot keep them eternally. Can you? When you die, someone else will take them away from you. Hallelujah. I don't know whether this rich young ruler, ഈ young man, അത് കഴിഞ്ഞ് മാനസാന്തരപ്പെട്ടോ എന്ന് എനിക്ക് അറിയില്ല. ഇൻ കേസ് മാനസാന്തരപ്പെട്ടിട്ടില്ലെങ്കിൽ ഇന്ന് ആ വ്യക്തി എവിടെയായിരിക്കും? നിത്യനരകത്തിലായിരിക്കും.
ആ മനുഷ്യനോട് ചോദിച്ചു നോക്കിയേ, do you have any regret, young man? He would say, oh, what a fool I am. The Lord had called me to be an apostle, but I refused it for my riches. ഈ ഭൂമി തന്ന റിച്ചസിന് വേണ്ടി, ഹല്ലേലൂയ സ്തോത്രം, ഈ ഒഴിഞ്ഞു പോകുന്ന ഈ കാണുന്ന ഈ കളോസിന് വേണ്ടി, ഹല്ലേലൂയ സ്തോത്രം, എന്നെ അപ്പോസ്തലനായി വിളിച്ച വിളിയാണ് ഞാൻ വേണ്ടെന്ന് വെച്ചത്. ഇവിടെ ഇരിക്കുന്ന ഓരോരുത്തരെയും കർത്താവ് വിളി വിളിക്കുക. All of us are called for a great job by the Lord, but some of us are not responding to that invitation. Why? Because we love something more than the Lord. Amen. Hallelujah. സ്തോത്രം. ഇന്നത്തെ രാത്രി കേൾക്കണമേ. Hallelujah. Praise God. He is asking us to surrender to Him. Take up the cross and follow Him up to the place where He is now. What do you mean by follow me? കർത്താവ് പറഞ്ഞു, follow me. What does that mean? He has followed us to the cross. He has followed us to be resurrected. And He has asked us to follow Him till the throne. There we can rest with Him. Amen. What a wonderful invitation it is. Follow me means follow me up to the throne where I am sitting. There you can take rest with me. ഈ ലോകത്തിൽ കഷ്ടതകളുണ്ട്, ഈ ലോകത്തിൽ ഭാരങ്ങളുണ്ട്, ഈ ലോകത്തിൽ വേദനകളുണ്ട്. ഹല്ലേലൂയ സ്തോത്രം. ദൈവത്തിന്റെ ദാസൻ എഴുതിയിരിക്കുന്ന ഹല്ലേലൂയ സ്തോത്രം കൊട്ടേഷൻ ഞാൻ ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട്. അദ്ദേഹം ഇങ്ങനെ എഴുതിയിരിക്കുന്നത്, though I may be rejected, I will follow Him to prison and to death, and I will preach His word, though I will put to death for it, I will take up the cross. Praise the Lord. Hallelujah സ്തോത്രം. നമ്മുടെ ബ്രദർ കഴിഞ്ഞൊരു സമയത്ത് പാടിയ ഒരു പാട്ട്, ഈ ലോകമാക്ഷേപം ചൊല്ലിയാലും ദുഷ്ടർ പരിഹാസമോദിയാലും, ഈ ലോകം ആക്ഷേപം ചൊല്ലിയാലും ദുഷ്ടർ പരിഹാസമോദിയാലും, എൻ പ്രാണനാഥൻ പോയതായ പാദമതി, എൻ പ്രാണനാഥൻ പോയതായ പാദമതി, ഈ ലോകം ആക്ഷേപം ചൊല്ലിയാലും ദുഷ്ടപരിഹാസമോദിയാലും, ഈ ലോകം ആക്ഷേപം ചൊല്ലിയാലും ദുഷ്ടപരിഹാസമോദിയാലും, എൻ പ്രാണനാഥൻ പോയതായ പാദമായി, എൻ പ്രാണനാഥൻ പോയതായ പാദമായി. ഈ ലോകം എത്ര ആക്ഷേപത്തിനെ കുറിച്ച് പറഞ്ഞാലും, ആരെല്ലാം നിന്നെ കുറിച്ച് എന്തെല്ലാം ദോഷങ്ങൾ പറഞ്ഞു വരുത്തിയാലും, നിന്റെ ഹൃദയത്തിനുള്ളിൽ ഈ തീരുമാനമുണ്ടെങ്കിൽ, എന്റെ പ്രാണനാഥൻ പോയതായ പാതയിൽ I want to take the path of the cross which my master had walked along. ഇന്നത്തെ രാത്രിക്കാലം എന്നെ കേൾക്കുന്ന ദൈവവേദനെ, നിന്റെ ഹൃദയത്തിന്റെ ഉള്ളിലെ ആഗ്രഹം അതാണെങ്കിൽ പലപ്പോഴും കാറിൽ നീ പാട്ടൊന്ന് പാടണം. Praise the Lord. ആരെന്നെ കുറിച്ച് അപവാദം പറഞ്ഞാലും, എനിക്കെതിരെ വരുന്ന ദോഷങ്ങൾ എത്ര വലുതായാലും, ഈ ലോകം എന്നെ റിജക്ട് ചെയ്താൽ, ഹല്ലേലൂയ എന്നെ ക്രൂശിലേക്ക് അവർ കൊണ്ടുപോയാൽ, ഹല്ലേലൂയ ഈ വചനത്തിന് വേണ്ടി ഹല്ലേലൂയ സ്തോത്രം തെരുവുകളിൽ അടക്കപ്പെടേണ്ടി വന്നാലും, പ്രൈസ് ദി ലോർഡ്, മരണത്തെ നേരിടേണ്ടി വന്നാലും, I want to follow the path with my master walked. ഹല്ലേലൂയ. എത്ര ശ്രേഷ്ഠകരമായ പ്രിയപ്പെട്ടവരെ, if you really love God, hallelujah, you will follow His son. Amen. If you really love God, you will follow His son. If anyone fail to do this, he cannot enter into heaven. ഇന്നത്തെ രാത്രികാലം ബാക്കി എല്ലാം നീ ചെയ്തു എന്ന് ചിന്തിച്ചാൽ, നീ പെർഫെക്റ്റ് ആണെന്ന് ചിന്തിച്ചാൽ, സ്വർഗത്തിലെ കർത്താവ് പറഞ്ഞത് ഈ ഒരു കാര്യം മാത്രമേ നിനക്ക് കുറവുള്ളൂ. ഈ ഒരു കാര്യത്തിന് വേണ്ടി നിനക്ക് ഗ്രേസ് മാർക്ക് തന്ന് സ്വർഗത്തിൽ വിടാൻ ദൈവം ഒരുക്കമല്ല. തന്റെ പുത്രനെ അക്സെപ്റ്റ് ചെയ്യാത്തവന്, തന്റെ പുത്രന്റെ വഴി ഫോളോ ചെയ്യുവാൻ താല്പര്യമില്ലാത്തവന് സ്വർഗത്തിലേക്ക് എത്തുവാനുള്ള വഴിയില്ല.
you won't reach the gate of heaven because you don't like to follow the path of his son. Amen. Amen. ഹല്ലേലൂയ. യേശു കർത്താവ് സ്വർഗ്ഗത്തിലെത്തിയത് ഏത് വഴിയിലൂടെ? ആ ഒരു വഴി മാത്രമേ സ്വർഗ്ഗത്തിലേക്കുള്ളൂ. Amen. There is no second way. There is only one way to heaven. That is the way Jesus walked. Hallelujah. There is no other way. There are many other ways which are preached today. ഇന്നത്തെ രാത്രി കേൾക്കണമേ, ഈ ലോകത്തിൽ അനേകം വഴികളെ കുറിച്ച് പ്രസംഗിക്കുന്നുണ്ട്. എന്നാൽ ഒരൊറ്റ വഴിയേ ഉള്ളൂ, സ്വർഗത്തിലേക്കുള്ള വഴി. നിനക്ക് യേശുവിനോട് കൂടെ ഇരിക്കുവാൻ ഒരേ ഒരു വഴിയേ ഉള്ളൂ. ആ വഴി യേശു സഞ്ചരിച്ച വഴിയാണ്. Amen. Amen. There is no other way. Praise the Lord. Hallelujah. Hallelujah. We have been bought with a price. 1 Corinthians 6:20 1 Corinthians 7:23 ഒരു വാക്യം പറയുന്നുണ്ട്. We have been bought with a price and we don't belong to us. നമ്മളെ അവൻ വില കൊടുത്തു വാങ്ങിയിരിക്കുക. Amen. Amen. നമ്മളെ അവൻ വില കൊടുത്തു വാങ്ങിയിരിക്കുക. We have been purchased with a price. You know what was that price? Was it gold, silver or some precious stone? No. It was the blood of his son. It was the life of his son. That is why we are so valuable. Amen. Amen. That is why we are so precious to him. Praise the Lord. Hallelujah. Stotram. Praise God. So we need to surrender. What you keep with you will be lost. എന്റേതെന്ന് പറഞ്ഞ് എന്തൊക്കെ പിടിച്ചു വെച്ചിരിക്കുന്നു അതെല്ലാം ലോസ്റ്റ് ആകും. നമ്മുടെ നാട്ടിലെ 1000-500 കറൻസി ഇപ്പൊ ലോസ്റ്റ് ആയതുകൊണ്ടോ എന്റേതെന്ന് പറഞ്ഞ് പൂട്ടി വെച്ചിരുന്നു. അത് തൊടാൻ ആരെങ്കിലും അനുവദിക്കുമായിരുന്നു? എത്ര ലോക്ക് ഇട്ടാണ് അത് പൂട്ടി വെച്ചിരുന്നത്? സേഫുകൾ ആർക്കെങ്കിലും അത് തൊടാൻ പറ്റുമായിരുന്നു? ഇന്നോ വേറെ ദൈവവചനം പറയുന്നു, ഇതൊക്കെയും ചപ്പന്നും ചവറൊന്നും വീണ്ടുന്ന ഒരു കാലം വരുന്നു. എന്നെ കേൾക്കുന്ന ദൈവവേദനേ, നീ വില കൂടിയതെന്ന് പറഞ്ഞു മാറോട് ചേർത്ത് വെച്ച് കർത്താവിനേക്കാൾ അധികമായി സ്നേഹിക്കുന്നതെല്ലാം ഉണ്ടല്ലോ, അതൊക്കെ വിലയില്ലാത്തതായി കളഞ്ഞിട്ട് പോകുന്ന ഒരു കാലം വരുന്നു. നമ്മുടെ സഹോദരിമാർക്ക് റീഹാബിലൊക്കെ ചികിത്സിക്കുന്ന അമ്മച്ചിമാരെയൊക്കെ അറിയാം. അവരുടെയൊക്കെ ബാങ്ക് അക്കൗണ്ടുകളിൽ മില്യൺസ് ഉണ്ട്, തൗസൻഡ്സ് ആൻഡ് മില്യൺസ് ഓഫ് മണി ഉണ്ട്, പൗണ്ട് ഉണ്ട്. വല്ല പ്രയോജനമുണ്ടോ? ഒരു ഗ്ലാസ് വെള്ളം കൊടുക്കണമെങ്കിൽ ഈ പാവപ്പെട്ട സഹോദരിമാർക്ക് മനസ്സ് തോന്നണം. പണം അവിടെ കിടന്നുകൊണ്ട് എന്താ വില? പണത്തിന് വിലയുള്ളത് എപ്പോഴാണെന്നറിയാമോ? അത് ഉപയോഗിക്കപ്പെടാൻ. Money has its value when money is used. When you are keeping it somewhere, it has no value. It is just simply papers. That is what is happening in India now. 1500 കെട്ടുന്ന ഭാരം എവിടെ കൊണ്ട് കളയുമെന്ന പേടി. ഇതുകൊണ്ട് കളയാൻ ഒരു സ്ഥലമില്ല. അതിലെ സേഫിനകത്ത് സുരക്ഷിതത്തോടിരുന്നത് ഇപ്പൊ എവിടെയാണെന്നറിയാമോ? ഏതെങ്കിലും കവലയിലൊക്കെ ആരും കാണാതെ വെളുപ്പിനെ കൊണ്ടുവന്നിട്ട് ചാക്കിനകത്ത് തട്ടുക. ഈ 30-ാം തീയതി കഴിയുമ്പോൾ that is what going to happen. കള്ളപ്പണമൊക്കെ കൊണ്ട് ആരെങ്കിലും കളയാൻ പറ്റുമോ? സേഫിനകത്ത് ഭദ്രമായിട്ടിരുന്നത് ഹല്ലേലൂയ പാളയത്തിന് പുറത്ത് കളയുന്ന ഒരു കാലം വരും. ഇന്നത്തെ രാത്രി വിലയുള്ളതെന്നും പറഞ്ഞ് ഹൃദയത്തിന്റെ ഉള്ളിൽ സൂക്ഷിച്ചു വെച്ചിരിക്കുന്ന പല ഹല്ലേലൂയ ഭൂമിയിലെ നിക്ഷേപങ്ങളും ഉണ്ടല്ലോ ദൈവമൈതലേ, ഇതൊക്കെ നഷ്ടപ്പെടുവാൻ കാലമാകും. യേശുവിനേക്കാൾ അധികം നീ എന്തെങ്കിലും സ്നേഹിച്ചാൽ നിന്റെ മക്കളായിക്കൊള്ളട്ടെ, നിനക്ക് കണ്ണുനീര് സമ്മാനിച്ചിട്ട് അവര് ബൈ പറഞ്ഞു പോകുന്ന കാലം വരുന്നു. കർത്താവിനേക്കാൾ അധികം നീ എന്തിനെ സ്നേഹിക്കുന്നു അതൊക്കെ നിനക്ക് ശാപമായി മാറുമെന്ന് ദൈവവചനം പറയുന്നു. ഹല്ലേലൂയ. എന്നാൽ നീ കർത്താവിനെ സ്നേഹിച്ചതിന് ശേഷം ബാക്കി എന്തിനെങ്കിലും സ്നേഹിക്കുന്നെങ്കിൽ ഹല്ലേലൂയ സ്തോത്രം, അത് കർത്താവ് അനുഗ്രഹമായി നിനക്കും നിന്റെ തലമുറകൾക്കും അനുഭവിക്കാൻ ഹല്ലേലൂയ. Start loving the Lord more than anything. Praise the Lord. കർത്താവ് പറയുന്നു, praise the Lord, നിന്റെ നിക്ഷേപം ഇരിക്കുന്നിടത്താണ് നിന്റെ ഹൃദയവും ഇരിക്കുന്നത്. ഹല്ലേലൂയ സ്തോത്രം. പുഴുവും തുരുമ്പും കെടുക്കുകയും കള്ളന്മാർ മോഷ്ടിക്കുകയും ചെയ്യുന്ന ഈ ഭൂമിയിൽ നിന്റെ നിക്ഷേപം വരുന്നത്. You know, if you keep your treasures earthly in the earth, what will happen is saying it will be eaten of the moth. And it will be rusted there, and thieves might smuggle it or steal it. But keep your treasures in heaven. That will be safe there. When you go back there, you can use it there. എത്ര ശ്രേഷ്ഠമായ വചനമായി. ഈ ഭൂമിയിൽ നാം ഉണ്ടാക്കുന്ന നിക്ഷേപങ്ങൾ സ്വർഗത്തിലേക്ക് നമ്മൾ കരുതുകയാണ്. ഈ ഭൂമി വിട്ട് പെർമനന്റ് റെസിഡൻസിൽ അവിടെ പോകുമ്പോൾ അത് നമുക്ക് അവിടെ ഉപയോഗിക്കാൻ പറ്റും. Praise the Lord. Hallelujah. സ്തോത്രം. When you lose everything, മുമ്പേ കർത്താവ് കൺഗ്രാജുലേറ്റ് ചെയ്തതല്ല നമ്മുടെ അപ്രൈറ്റ്നസ്, മറ്റുള്ളവരുമുള്ള പേര് പെരുമ, നമ്മുടെ ബൈബിൾ നോളജ്, നമ്മുടെ ഫാസ്റ്റിംഗ്, റൈറ്റ് റവറൻഡോ റോങ് റവറൻഡോ ഹൈ റവറൻഡോ മോർ എക്സലന്റ് എന്നൊക്കെയുള്ള ടൈറ്റിൽസ്, ഹല്ലേലൂയ സ്ഥാനമാനങ്ങൾ. എനിക്ക് കീഴിൽ 55 സഭയുണ്ടെന്ന് പറയുന്നത്, 10,000 സഭകൾ ഞാൻ നേടിയെന്ന് പറയുന്നത്, മില്യൺസിനെ ഞാൻ കർത്താവിലേക്ക് കൊണ്ടുവന്ന് പറഞ്ഞ എല്ലാ ടൈറ്റിൽസും എല്ലാ സർട്ടിഫിക്കറ്റ്സും എല്ലാ ഹോണററി ഡിഗ്രീസും എല്ലാം പ്രൈസ് ദി ലോർഡ്, this all will become a pile of ashes.
ഹല്ലേലൂയ, സ്തോത്രം, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ചാരക്കൂമ്പാരമായി മാറും. Only one thing worth is your spirit. Amen. Hallelujah. The Lord wants that. ഇന്നത്തെ രാത്രികാലം എന്നെ കേൾക്കുന്ന ദൈവമേ, എല്ലാം നിനക്ക് നഷ്ടമാകുമ്പോൾ, നിന്റെ മുമ്പിൽ സകലതും തകർന്നടിഞ്ഞു പോകുമ്പോൾ, ഹല്ലേലൂയ, സ്തോത്രം, all your expectations, when all your expectations and your plan in Christ, what will you do then? What will you do then? When you know that, when the doctor comes out and say that you may have few more hours, that's it. What will you do? Will you get up from your bed and go out and preach the gospel? You won't be able to do it, my brother, my sister. Today you can do it because you are healthy. Today you can do it because you have been given a warning. Today you can do it because still maybe a few days or few years left for you. Don't wait till the last moment. Don't think that I can enjoy this world and when everything is finished, I will turn back to God. No, maybe tonight is the time the Lord is calling you back. Maybe tonight is the time the Lord comes back again. Hallelujah, സ്തോത്രം, കർത്താവിന്റെ സന്നിധിയിലേക്ക് നമുക്ക് പോകാം. Praise the Lord. Some of us should miss heaven because of our health or our human excellence or our wisdom or our arrogance or the position we have. These all things stops us from coming closer to God. That is exactly what has happened in this man's case. And this is exactly what is happening in some of our lives. Praise the Lord. Hallelujah, സ്തോത്രം. You know why it is difficult for a rich and clever man to go to heaven than a poor man. ഒരു പാവപ്പെട്ട മനുഷ്യനേക്കാൾ അധികം, ഹല്ലേലൂയ, ഈ വളരെ എക്സലൻസ് ഉള്ള ഒരു മനുഷ്യന് സ്വർഗ്ഗത്തിൽ പോകാനുള്ള ബുദ്ധിമുട്ട് എന്തുകൊണ്ടാണെന്ന് അറിയാമോ? Only because of one reason. A rich man has to surrender so much, but a poor man, he has nothing much to surrender. അപ്പൊ ഈ എർത്തിൽ കൂടുതൽ റിച്ച് ആകുമ്പോൾ അത് നമുക്ക് നന്മയല്ല, പലപ്പോഴും തിന്മയുണ്ടാക്കുന്നത്. അതുകൊണ്ടാണ് കർത്താവ് പറഞ്ഞത്, ധനവാൻ സ്വർഗരാജ്യത്തിൽ പോകുന്നതിനേക്കാൾ ഒട്ടകം സൂചിക്കുഴയിലൂടെ. ധനവാൻ സ്വർഗരാജ്യത്തിൽ പോകത്തില്ലെന്നല്ല കർത്താവ് പറഞ്ഞത്. Jesus never said a rich man will not get into heaven. He said it is difficult. It is difficult. Why it is difficult for a rich man to get into heaven? Because if he wants to reach there, he has to give up so much. Praise the Lord. Hallelujah. Be wise, my brother, my sister. Be an adult. അവിടെ ഇരിക്കുന്ന കൊച്ചു കുഞ്ഞിനോട് ചോദിക്കുകയെന്ന് വെച്ചാൽ, ആരെങ്കിലും ഒരാൾ ഒരു അങ്കിളിൽ ചോദിക്കുക, കുഞ്ഞിന് എന്തോ വേണ്ടിയത്? Tell me anything you want, I will give you that. നിങ്ങൾക്ക് പറയും, ആ കുഞ്ഞ് എന്തോ പറയും? 3 വയസ്സുള്ള കുഞ്ഞ് അവൾ പറയും, I want a pink teddy bear and I want some chocolates and I want something. ആ ചോദ്യം ബുദ്ധിയുള്ള എന്നോടാ ചോദിക്കുന്നെങ്കിൽ ഞാൻ എന്തായിരിക്കും പറയുന്നത്? അല്ലെ വളർച്ചയുള്ള എന്നോടാ, വളർച്ച പ്രാപിച്ച എന്നോടാ ചോദിക്കുന്നെങ്കിൽ ഞാൻ എന്താ പറയുക? Something valuable, something good for my life. That is the difference between a child and an adult. When the Lord is asking us to be an adult, that means think of things which is going to stay forever, not those things which are going to be temporary. ഹല്ലേലൂയ. ഇതിനൊന്നും വേണ്ടി ഓടി ടൈം വേസ്റ്റ് ചെയ്യരുത് മക്കളെ. ഇതിനൊന്നും വേണ്ടി ഓടി, ഹല്ലേലൂയ, സഹോദരങ്ങളെ, നമ്മുടെ ടൈം വേസ്റ്റ് ചെയ്യരുത്. This all for temporary. How many more years we will live? കഴിഞ്ഞൊരു നാൾ ഞാൻ പറഞ്ഞു, ഇപ്പൊ നമുക്കുള്ള ഏജിന്റെ കൂടെ പ്ലസ് ഒരു 80 ഇട്ടേ നമ്മൾ എത്ര പേര് ഇവിടെ കാണാം? എത്ര പേര് ബ്രദർ കാണുന്നുണ്ട്? ഇനി കർത്താവ് കറക്ഷൻ ചെയ്ത് മനുഷ്യന്റെ ആയി 500 ആക്കാമെന്ന് പറഞ്ഞാൽ ചിലപ്പോൾ കണ്ടേക്കുമായിരിക്കും. പക്ഷേ കഷ്ടകാലം മാത്രമാണ്. കർത്താവ് പറയുന്നത് 77, പാട്ടുകാരൻ പാടുന്നു 70 ഏറെയായാൽ 80 മാത്രം നീളുമായി. അത് കഴിഞ്ഞാൽ കഷ്ടത മാത്രം. 80 കഴിഞ്ഞ് ആരും എൻജോയ് ചെയ്ത് നടക്കുന്നത് എനിക്ക് തോന്നുന്നില്ല. കഷ്ടതയാണ്. ഇരിക്കുമ്പോൾ ശബ്ദം കേൾക്കാം, എഴുന്നേൽക്കുമ്പോൾ ശബ്ദം കേൾക്കാം, ആ രീതിയിൽ നടക്കുമ്പോൾ ശബ്ദം കേൾക്കാം, ആ രീതിയിലാണ് ജീവിക്കുന്നത്. എന്തിനാ ദൈവമക്കളെ നമ്മുടെ കർത്താവിനെ മറന്നൊരു ജീവിതം നമുക്ക് എന്തിനാണ്? എന്താ നിന്നെ തടയുന്നത് ഈ കർത്താവിന്റെ അടുത്ത് വരാൻ? Praise the Lord. Let me go on. ടൈം അധികമില്ലല്ലോ, മുന്നോട്ട് പോവുകയാണ്. Don't live for those things which are earthly. You will lose it permanently. If you lack that one thing, you lack all. നമ്മൾ ഈ പറഞ്ഞ ഒരു കാര്യം നമുക്ക് നഷ്ടമാണെങ്കിൽ, if you don't take the warning of the Lord seriously, we will lose everything we have. മുമ്പേ ഗ്ലോറി ചെയ്തതെല്ലാം അതുകൂടി പോകും. മുമ്പേ കർത്താവ് അപ്രീഷിയേറ്റ് ചെയ്തിട്ട് ചില കാര്യങ്ങൾ, അതും become useless just because of one thing. We didn't take seriously
this one thing which was lacking in our life. കർത്താവ് പറഞ്ഞ ആ ഒരു കാര്യം കറക്റ്റ് ചെയ്യാൻ നമ്മൾ തയ്യാറാകാതെ വന്നുകൊണ്ട് ദൈവസന്നിധി ചെയ്ത ബാക്കി എല്ലാ കാര്യങ്ങളും വേസ്റ്റ് ആയിരുന്നു. It all becomes zero. We will end up in hell. Praise the Lord. Hallelujah. സ്തോത്രം. ഞാൻ വേഗം മുന്നോട്ട് പോകട്ടെ. Now this is about number 2. നമ്മൾ രണ്ട് പോയിന്റ്സ് കഴിഞ്ഞു. What was the first point? It's a word of congratulation or appreciation. Second, the word of warning. Now the third is the word of direction. കർത്താവ് ഒരു ഡയറക്ഷൻ കൊടുത്തു. കർത്താവ് നമ്മളെ കുറവുകൾ പറഞ്ഞു വിട്ടുവിടുന്ന ആളല്ല. ആ കുറവ് പരിഹരിക്കുവാനുള്ള വഴി കർത്താവ് പറഞ്ഞു. ഹല്ലേലൂയ. കർത്താവേ, പ്രസംഗകൻ പറയുക എന്ന് വെച്ചാൽ നിനക്കൊരു കുറവുണ്ട്. അത് മാത്രമല്ല കർത്താവ് ചെയ്തത്, ഹല്ലേലൂയ സ്തോത്രം, നിനക്കൊരു കുറവുണ്ട്, നീ ഇങ്ങനെ ചെയ്താൽ ആ കുറവ് നിനക്ക് പരിഹരിക്കാൻ പറ്റും. You lack one thing, but if you do this way, you can overcome it. You can fill it up. Hallelujah. This is a word of direction. Word of direction is given in രണ്ട് പാർട്ടായിട്ട് ഞാൻ എഴുതിയിരിക്കുന്നത്. ഒന്ന്, give up your precious and accept God's precious. Give up your precious and accept God's precious. What is God's precious? His Son, Jesus Christ. What is our precious? It depends on. ആ മനുഷ്യന്റെ കാര്യത്തിൽ അതിന്റെ ബലത്തായിരുന്നു. നമ്മുടെ കാര്യത്തിൽ ചിലർക്ക് ഫിസിക്കാണ്, ചിലർക്ക് വൈഫാണ്, ചിലർക്ക് ചിൽഡ്രൻ ആണ്, ചിലർക്ക് ജോബാണ്. It all depends on. We have so many things which are precious in our life. God says, give me your precious. Surrender your precious unto my feet and accept my precious on your life. That is what the Lord's direction number 1. Hallelujah stotram. If you want to inherit eternal life, Christ's direction is sell all that you have and give it to the poor. അതാണ് കേട്ടത് അല്ലേ? നിനക്ക് നിത്യജീവനെ പ്രാപിക്കണമെങ്കിൽ നിനക്കുള്ളതൊക്കെ വിറ്റ് ദരിദ്രർക്ക് കൊടുത്തിട്ട് എന്നെ അനുഭവിക്കണം. അതിന് 3 ആംഗിളിൽ കാണാൻ പോകുകയാണ്. Praise the Lord. ഒന്ന്, why Jesus said that to him? Because the Lord was meaning that give up your idol. നിന്റെ വിഗ്രഹത്തെ നീ ഉപേക്ഷിക്കുക. നിന്റെ വിഗ്രഹത്തെ നീ ഉപേക്ഷിക്കുക. Praise the Lord. Give up your idol. Praise the Lord. നിന്റെ വിഗ്രഹത്തെ നീ ഉപേക്ഷിക്കണം. എന്താ വിഗ്രഹം എന്ന് പറയുന്നത്? കർത്താവ് ഇരിക്കേണ്ട അടുത്ത് മറ്റെന്തെങ്കിലും ഇരിക്കുന്നെങ്കിൽ അതാ വിഗ്രഹം. കർത്താവ് പറഞ്ഞത് എന്തുവാ? നിനക്കുള്ളത് വിറ്റിട്ട് എന്നെ അനുഗമിക്കാൻ പറഞ്ഞാല് അതിലെ കർത്താവ് ഇരിക്കേണ്ട അടുത്ത് ഇപ്പൊ അതിരിക്കുന്നത് കൊണ്ടല്ലേ അതിന് മനസ്സിലാകുന്നു. ഇന്നത്തെ രാത്രിക്കാലം to this man, what was the idol? എന്തായിരുന്നു അവന്റെ വിഗ്രഹം? അവന്റെ വിഗ്രഹം പണവും അവന്റെ സ്ഥാനമോഹങ്ങളുമായിരുന്നു. എന്നെ കേൾക്കുന്ന ദൈവവേദനയെ, what is the idol in your life? What is the idol in my life? Is Christ, ക്രിസ്തുവിന്റെ ഇൻസ്ട്രക്ഷൻ എന്താണെന്ന് ചോദിച്ചാൽ, ഡയറക്ഷൻ എന്താണെന്ന് ചോദിച്ചാൽ, give up that and follow me. Give up that and follow me. The Lord is saying, the only one thing lacking in you, if you want to overcome it, if you want to fill it up, give it up. What needs to be given up? The idol in your life. ഇന്നത്തെ രാത്രികാലം അല്ലെങ്കിൽ ഈ വചനം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ പരിശുദ്ധാത്മാവിനോട് ചോദിച്ചു, കർത്താവേ, എന്റെ ഹൃദയത്തിൽ എന്റെ ചെസ്റ്റിനോട് ക്ലോസ് ചെയ്ത് വെച്ചിരിക്കുന്നത് എന്താ? What is that one thing which is so closer to my chest? What is that one thing, Lord? It's so closer to my chest. The Lord is asking you to give it up, so that the Lord will become your inheritance. Praise the Lord. Your idol must fall into the ground and make Jesus to be everything in your life. Your idol must fall into the ground and let Lord becomes everything in your life. Praise the Lord. Number 2, give up. Number 2, consecrate all you have to God. നിനക്കുള്ളതെല്ലാം വിശുദ്ധമായി കർത്താവിന്റെ കരങ്ങളിൽ കൊടുക്കുക. ഒന്നും മാറ്റി വെക്കരുത്. എല്ലാം സറണ്ടർ ചെയ്യണം. ചിലരുണ്ട് എല്ലാം കൊണ്ടുവന്നിട്ട് താഴെ നിന്ന് കുറച്ചിങ്ങ് എടുത്തിട്ട് പോകരുത്. This is exactly what has happened in Acts of Apostles chapter 5. You know whom it has happened? Ananias and Sapphira. They took a part of the price and kept it for themselves and pretended that they surrendered everything to God. No. God doesn't want that. He doesn't want half of you. He doesn't want 99% of you. He wants 100% of you.
He wants to be the Lord of 100% of your life. You cannot be your Lord at the same time. You cannot ask God to be your Lord. No. No one can serve two masters. That is the statement the Lord has given. രണ്ട് യജമാനന്മാരെ സേവിക്കാൻ ആർക്കും കഴിയുകയില്ല. He wants us to be surrendered fully to Him. Praise the Lord. ഞാൻ വേഗം പോകുന്നു. Hallelujah. Give up your hindrances. Third point. By the way, He told us to sell off everything. എല്ലാം വിറ്റിട്ട് വരാൻ പറഞ്ഞതിന്റെ മൂന്നാമത്തെ അർത്ഥം, give up your hindrances. എനിക്കും നിനക്കും തമ്മിൽ തടസ്സമായിരിക്കുന്നതിനെ നീ ഒഴിവാക്കിയാൽ എടുത്തു വരാൻ. Amen. നിനക്കൊരു അറ്റാച്ച്മെന്റ് ഈ ഭൂമിയിൽ ഉണ്ടാകരുത്. Give up everything. All hindrances, all obstacles. Give up that and follow me. അതുകൊണ്ട് ലൂക്കോസ് സുവിശേഷം 14-ാം അധ്യായത്തിൽ കർത്താവ് പറയുന്നു, അത് നിന്റെ അപ്പനായിക്കോട്ടെ, നിന്റെ അമ്മയായിക്കോട്ടെ, നിന്റെ ഭാര്യയായിക്കോട്ടെ, നിന്റെ മക്കളായിക്കോട്ടെ, നിന്റെ വസ്തുവകളായിക്കോട്ടെ, നിനക്കുള്ളത് എന്തായാലും അതൊക്കെ എന്റെ നാമം നിമിത്തം ഉപേക്ഷിച്ചിട്ട് നീ എന്നോട് പറഞ്ഞു. അതിനൊക്കെ വലിയ അർത്ഥങ്ങളുണ്ട്. നാളെ വീട്ടിൽ ചെന്നിട്ട് എല്ലാവരെയും പറഞ്ഞിട്ട് ബൈ എഴുതി ഒരു നോട്ടും വെച്ചിട്ട് ഇറങ്ങി വരണമെന്നല്ലേ അർത്ഥം. It means great. Jesus has to be number one in your life. Amen. Amen. When a choice comes, who do you love most? Is it your wife and Jesus? Is it your wife or Jesus? I must say it is Jesus. Amen. I love my wife through Jesus. I love my children through Jesus. This church is so precious to me. Outside my family, ലോകത്തിൽ ഏറ്റവും എന്റെ ലൈഫിൽ precious എന്താണെന്ന് വെച്ചാൽ my church. I am willing to die for it. But when it is compared to Jesus, Jesus is more precious to me. Amen. Amen. Hallelujah. Give up all obstacles, hindrances to follow Jesus. My brother, my sister, in his case, we know what were the hindrances. അവന്റെ ജീവിതത്തിലെ തടസ്സം എന്തായിരുന്നു നമ്മൾ കണ്ടു കേട്ടു. What is the hindrance in your life? Let the Holy Spirit speak to you. Hallelujah. Surrender that to the Lord. നിങ്ങൾക്ക് ജോൺ ബനിയനെ കുറിച്ച് കേട്ടിട്ടുണ്ടോ? ജോൺ ബനിയൻ. Who was John Bunyan? He was the author of Pilgrim's Progress. പരദേശി മോക്ഷയാത്ര എന്ന് പറയുന്ന പുസ്തകത്തിന്റെ ഓതറാണ് ജോൺ ബനിയൻ. ബൈബിൾ കഴിഞ്ഞ് ഈ ലോകത്തിൽ ഏറ്റവും കൂടുതൽ വായിക്കപ്പെട്ടിട്ടുള്ളതും അംഗീകരിക്കപ്പെട്ടിട്ടുള്ളതും മനുഷ്യൻ ആദരിക്കുന്നതുമായ ഒരു പുസ്തകമാണ് പരദേശി മോക്ഷയാത്ര, ദി പിൽഗ്രിംസ് പ്രോഗ്രസ്. അത് എഴുതിയതാരാന്ന് ചോദിച്ചാൽ ജോൺ ബനിയൻ. 16-ാമത്തെ നൂറ്റാണ്ടിലാണ് ജീവിച്ചിരുന്ന ഒരു മനുഷ്യനാണ്. നിങ്ങൾക്കറിയാമോ അദ്ദേഹത്തിന്റെ കൺവേർഷൻ എങ്ങനെയായിരുന്നു? You know that? One Sunday അയാൾ ചർച്ചിലെങ്കിലും പോകാതെ ചെറുപ്പക്കാരോടെ കളിച്ചുകൊണ്ടൊക്കെ നടക്കുകയായിരുന്നു. As he was playing some game or something, suddenly he heard a voice from above. What was spoken to him? John Bunyan ഒരു വോയിസ് കേൾക്കുകയാണ്. He heard a voice from heaven asking him, will you have your sins and go to hell, or leave your sins and go to heaven? You know, he was a young man at that time. He heard a voice speaking to him from heaven. എന്താ ചോദിക്കുന്നത്? Will you have your sins and go to hell, or leave your sins and go to heaven? പെട്ടെന്ന് കളിച്ചുകൊണ്ടിരുന്ന ആള് അവിടെ നിന്ന് ഗ്രൗണ്ടിൽ നിന്ന് കൂട്ടുകാരെല്ലാം ഓടിക്കൂടി. അദ്ദേഹം ഇങ്ങനെ നിൽക്കുക. As if something happened to him terribly. എല്ലാവരും വരെ വിളിക്കാൻ തുടങ്ങി, ജോൺ ജോൺ ജോൺ. But he was in a state of mind where he couldn't respond. But he was thinking in his mind, what shall I do? Christ and heaven, or sins and heaven? What shall I choose? It was on a Sunday. He chose the first, Christ and heaven. You know how much he was used by God. പരദേശി മോക്ഷയാത്രയിലൂടെ മില്യൺസ് ഇന്നും കർത്താവിനെ അറിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. Because he has responded to the invitation of his master in a positive way and surrendered to him. My brother, my sister, the Lord has wonderful plans about your life and my life. But he can use it, he can fulfill only when we surrender our life completely to him. Give up your hindrances. Second instruction is ഇതോടുകൂടി ഈ പോയിന്റ് പറഞ്ഞ് നിർത്തുകയാണ്. Praise the Lord. The first instruction എന്താണെന്ന് പറയുമോ? Give up our precious and accept God's precious. That is direction number 1. Direction number 2, take up the cross. Crush എടുക്കണം. Otherwise, profess Jesus Christ. ക്രിസ്തുവിനെ പ്രസംഗിക്കണം. ക്രിസ്തുവിനെ പ്രസംഗിക്കുക എന്ന് പറയുന്നത് ക്രൂശാണ്. No one likes it. No one loves it. If you want to really
preach the gospel. My brother, my sister, I am going through it, I know it. If you really want to preach the gospel, if you really want to uplift Jesus Christ and his cross, you will have opposition. No one will love it. No one will like it. Even in the church, people may not accept it. Hallelujah. ഇവിടെ എഴുതിയിരിക്കുന്നത് എങ്ങനെയാണെന്ന് അറിയാമോ? Hallelujah. കർത്താവ് പറഞ്ഞു, you follow me. അതെല്ലാം വിട്ടിട്ട് എന്നെ അനുഗമിക്കാനാണ്, അതല്ലേ? നിനക്കുള്ളതൊക്കെ വിട്ടിട്ട് എന്നെ അനുഗമിക്കുക. Follow me means what? മുമ്പേ പറഞ്ഞതുകൊണ്ട് follow him up to the throne. Follow him എന്ന് പറഞ്ഞാൽ അതിനകത്ത് take up the cross എന്ന്. എവിടെ എഴുതിയിരിക്കുന്ന അറിയാമോ? ലൂക്കോസ് വേണമെന്ന് നോട്ട് ചെയ്തോ. ലൂക്കോസ് 9:23, മാത്യു 16:38, വീണ്ടും മാത്യു 14:27, മാർക്ക് 8:36. Praise the Lord. ഇതെല്ലാം പറയുന്നത് if anyone wishes to follow me, he has to deny his will, carry the cross and follow me. ഒരുവൻ എന്നെ അനുഗമിച്ചാൽ അവൻ തന്നെത്താൻ ത്യജിച്ച് ക്രൂശ് എടുത്തുകൊണ്ട് എന്നെ ദിനംതോറും അനുഗമിക്കട്ടെ. Follow me by taking the cross. Taking the cross is important to follow Jesus. How many people love it? How many people love it? Praise the Lord. ചിലർ വിചാരിച്ചിരിക്കുന്നത് എങ്ങനെയാണെന്ന് അറിയാമോ? Some of you may think that you can sneak into heaven as a secret Christian. അങ്ങനെ ഒത്തിരി പേര് ചിന്തിക്കുന്നുണ്ട്. ഒരു രഹസ്യ ക്രിസ്ത്യാനിയായിട്ട് ജീവിച്ചിട്ട് രഹസ്യത്തിൽ സ്വർഗത്തിലെത്താവുന്ന. No way. You cannot be a secret Christian. Even if there is persecution, even if there is opposition, even if someone tells you that if you pronounce and if you profess the name of Jesus Christ, you will be killed. My brother, my sister, you cannot afford to be a secret Christian. Because Bible clear says, Matthew 10:33 പറയുന്നുണ്ട്, ഹല്ലേലൂയ, സ്തോത്രം, നിങ്ങൾ എന്റെ നാമം നിമിത്തം, ഹല്ലേലൂയ, അവിടെ എഴുതിയിരിക്കുന്ന വചനം എന്താണെന്ന് അറിയാമോ? Whosoever shall deny me before men, him will I also deny before my Father. മനുഷ്യന്റെ മുമ്പിൽ എന്നെ തള്ളി പറയുന്നവനെ എന്റെ പിതാവിന് മുമ്പിൽ ഞാൻ തള്ളി പറയും. കർത്താവിനെ പ്രസംഗിക്കാൻ കഴിയാത്ത എന്താ? പേടിച്ചിട്ടല്ലേ? ഹല്ലേലൂയ, സ്തോത്രം. പേടിക്കുന്നവരെ കുറിച്ച് ബൈബിളിൽ ഒരു ടെറിഫിക് വേഴ്സ് ഉണ്ട്. എവിടെയാണെന്നറിയാമോ? Can you show me Revelation 21:8? അവിടെ എഴുതിയിരിക്കുന്ന ഭീരുക്കൾ, അവിശ്വാസികൾ, പിന്നെ ഒത്തിരി വിഗ്രഹാരാധകർ, ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞിട്ട് അവരെ എങ്ങോട്ടാ വിടുന്നതെന്ന് അറിയാമോ? സ്വർഗത്തിലേക്കല്ല വിടുന്നതെന്ന് പറഞ്ഞു. തീയും ഗന്ധകവും കത്തുന്ന തീപ്പൊയ്ക്കലേക്ക് വിടുമെന്ന്. അതിനൊന്ന് വായിച്ചു നോക്കിയേ. But the fearful and unbelieving and abominable, so many things, and shall have their part in the lake which burns with the fire and brimstone, which is the second death. ഭീരുക്കൾ, യേശുവിന്റെ നാമത്തിന് വേണ്ടി ഭീരുക്കളാകുക. If you don't profess the name of Jesus, fearing your death, or fearing your rejection, or fearing something else, the Lord says you will end up in hell. കർത്താവിന്റെ ദാസന്മാരെ നോക്കി, അവരാരും പേടിത്തോണ്ടന്മാരായിരുന്നു. കർത്താവ് പേടിത്തോണ്ടനായിരുന്നു. He was speaking the truth. He was speaking the truth. He was speaking the gospel. All his disciples must speak the truth. Not secretly, but loudly. Amen. God needs boldly men and women who doesn't care their earthly life. Praise the Lord. ഭീരുക്കൾക്കുള്ള സ്ഥാനം ഇവിടെയാണ്. Take up the cross, endure his reproach. If you do not willing to suffer for him, you will not reign with him. അവന് വേണ്ടി കഷ്ടം അനുഭവിക്കാൻ നീ തയ്യാറല്ലെങ്കിൽ അവനോട് വാഴാനും നിനക്ക് കഴിയത്തില്ല. കർത്താവിനോട് കഷ്ടം അനുഭവിക്കുന്നവർക്ക് മാത്രമേ കർത്താവിനോട് കൂടെ ഇരിക്കാൻ കഴിയൂ. ഹല്ലേലൂയ. നമ്മൾ പലതും മാറ്റിവെക്കുന്നത് എന്തുകൊണ്ടാണെന്ന് അറിയാമോ? നാം മനുഷ്യനെ ഭയപ്പെടുന്നതുകൊണ്ടാണ്. എബ്രായർക്കെഴുതിയ ലേഖനം 11-ാം അധ്യായത്തിൽ മോശയെ കുറിച്ച് പറയുന്നുണ്ട്. ഹല്ലേലൂയ, സ്തോത്രം. ഹല്ലേലൂയ. അവിടെ എഴുതിയിരിക്കുന്ന counting the reproach of Christ greater riches than all the treasures in Egypt. ഈജിപ്തിലുള്ള സകല നിക്ഷേപങ്ങളെക്കാളും അധികം ക്രിസ്തുയേശുവിനോട് കഷ്ടം സഹിക്കുന്നത് അധികം ധനമെന്ന് മോശയാണ്. ഹല്ലേലൂയ, സ്തോത്രം. യേശുവിന് വേണ്ടി കഷ്ടം സഹിക്കാൻ, ദൈവസഭയ്ക്ക് വേണ്ടി കഷ്ടം സഹിക്കാൻ, ദൈവജനത്തിന് വേണ്ടി കഷ്ടം സഹിക്കുവാൻ കർത്താവ് നമ്മെ വിളിച്ചിരിക്കുന്നു. Praise the Lord. Hallelujah, സ്തോത്രം. Praise God. My brother, my sister. Hallelujah, സ്തോത്രം. I don't know what had happened to that young man. Whether he repented and went to heaven, or he did not repent and went to hell, I don't know. But one thing I want to ask you. You all have heard me tonight. ഇന്നത്തെ രാത്രി നിങ്ങളെല്ലാവരും എന്നെ കേട്ടു. ഈ ടേപ്പിലൂടെ അനേകർ എന്നെ കേൾക്കുന്നു. എനിക്കൊരു ചോദ്യം ചോദിക്കാനുണ്ട്. What is your answer to Jesus? Yes or no? Yes or no? Yes, Lord. I am willing to surrender my life to you, no matter what it costs me.
എന്ത് നഷ്ടം എൻ്റെ ജീവിതത്തിൽ സംഭവിച്ചാലും, ആരെന്നെ തള്ളിക്കളഞ്ഞാലും, എനിക്ക് നിന്നോട് കൂടെ നിത്യതയിൽ വാഴണം. ആമേൻ. ആമേൻ. IAS പറയാൻ എത്ര പേരുണ്ട്? അതോ നോ കർത്താവേ, എനിക്ക് എൻ്റെ ബന്ധങ്ങളെ നഷ്ടപ്പെടുത്തുവാൻ കഴിയത്തില്ല. എന്നെ സ്നേഹിക്കുന്നവർ ഒത്തിരി പേരുടെ ചുറ്റുപാടുമുണ്ട്. അവരുടെ മുഖം നോക്കുമ്പോൾ നിന്റെ വചനത്തെ എനിക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റത്തില്ല. Let the Spirit of God speak to you. Let the Spirit of God show you the reality which you are going to face in eternity. ഇതേ സംഭവം ദൈവവചനത്തിൽ നടന്നിട്ടുണ്ട്. ദൈവമക്കളെ അറിയാമോ എവിടെയാണ്? യോഹന്നാൻ 12:42. John chapter 12 verse 42 and 43. Can you show me on the screen please? John chapter 12 42 and 43. Praise the Lord. അവിടെ എഴുതിയിരിക്കുന്ന ഭാഗം വായിച്ചേ. എന്നിട്ടും പ്രമാണികളിൽ തന്നെയും അനേകർ അവരിൽ വിശ്വസിച്ചു. എന്നിട്ടും പ്രമാണികളിൽ തന്നെ ഒത്തിരി മുകളിൽ എഴുതിയിട്ടുണ്ട്. ഒത്തിരി ഒപ്പോസിഷൻ ഒക്കെ നടന്നു. കർത്താവിനെ ആരും അംഗീകരിച്ചില്ല. എന്നാൽ പ്രമാണികളിൽ ഹല്ലേലൂയ സ്തോത്രം അനേകർ യേശുവിൽ വിശ്വസിച്ചു. പക്ഷേ പള്ളിഭ്രഷ്ടരാകാതിരിക്കുവാൻ പരീശന്മാർ നിമിത്തം ഏറ്റു പറഞ്ഞില്ലതാണ്. They didn't want to confess openly. They didn't want to say that they were Christians openly because they were afraid that they may be expelled from the church and the synagogue. എന്തുകൊണ്ട് അവർ ഫിയർ ആയെന്നറിയാമോ? അടുത്ത വാക്യം വായിച്ചേ. നെക്സ്റ്റ് വേഴ്സ്. അവർ ദൈവത്താലുള്ള മാനത്തെക്കാൾ മനുഷ്യരാലുള്ള മാനത്തെ അധികം സ്നേഹിച്ചു. That is the only reason, my brother, my sister, you love the honor of men more than the honor of God. That is the only reason you cannot obey the commandments of God. You cannot come into the church. You cannot live with God. Hallelujah, സ്തോത്രം. കർത്താവിന്റെ കരങ്ങളിലേക്ക് നമ്മളെ തന്നെ ഏൽപ്പിക്കാം. ഇന്നത്തെ രാത്രി നാം കേട്ട വചനത്തിനായിട്ട് കർത്താവിന് നന്ദി പറയാം. ഹല്ലേലൂയ. കർത്താവിന്റെ പരിശുദ്ധാത്മാവ് നമ്മളോട് സംസാരിച്ചു. ഹല്ലേലൂയ. The invitation was open for you and me. How do we respond? Hallelujah. How do we respond?